2023 റിലീസായ വാൻഡ്രോസ് ജേർണി എന്ന ഒരു ഹിസ്റ്റോറിക്കൽ ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിൽ കാണാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് അധികമൊന്നും നമ്മുടെ ചാനലിൽ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, വളരെ ചുരുക്കമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ വിൽറുവിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ വളരെ സ്മാർട്ടും ഇന്റലിജന്റുമായ ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ട് ഒറ്റ നോട്ടത്തിലെ അവളെ പറ്റി അങ്ങനെ പറഞ്ഞു എന്നത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം അവളിപ്പോൾ ഉള്ള ഈ ഒരു സ്ഥലത്ത് ഏറെ ആളുകളുണ്ട്. അവരെല്ലാം അവരവരുടെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കുന്ന ടീം അവൾ അവളുടെ കയ്യിലുള്ള ഒരു ബുക്ക് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വിൽക്കാനായി നോക്കുന്നു. പക്ഷെ അവൾ ആ ബുക്കിനെ പറ്റി വാതോരാതെ പല മഹത്വങ്ങൾ പറഞ്ഞിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവൾ പെട്ടെന്ന് നിന്നിരുന്ന ആ ഒരു മുകളിലത്തെ സ്ഥലത്ത് നിന്ന് ചാടി താഴേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം പോക്കറ്റ് അടിക്കുന്നു. നിമിഷ നേരം കൊണ്ട് ഈ പകൽ സമയത്ത് ഇത്രയും പേരുടെ ഇടയിൽ വെച്ച് ഇത്രയും പേരുടെ പോക്കറ്റ് ഒറ്റയ്ക്ക് അടിച്ച അവൾ ഒരു കേമത്തിയല്ലേ. അവളാകട്ടെ പോക്കറ്റ് അടിച്ച കയ്യിൽ കാശ് കെട്ടി അവരുടെ പൗച്ചുമായി മുങ്ങാതെ അവിടെ നിന്ന് എല്ലാവരോടും ദേ കണ്ടില്ലേ, എന്റെ ഈ സ്കില്ലൊക്കെ ഞാൻ ഈ ബുക്കിൽ നിന്ന് പഠിച്ചതാ. ഞാനൊരു കള്ളിയായിരുന്നെങ്കിൽ നിങ്ങളുടെ കാശും കൊണ്ട് ഇപ്പൊ മുങ്ങായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. നിങ്ങൾക്കും എന്നെ പോലെ വളരെ സ്കിൽഡ് ആയ ഒരാളായി മാറണമെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ ഏറെ അതിനെ സഹായിക്കുമെന്ന് അവൾ പറയുന്ന ടീം അപ്പോഴും ആദ്യം ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയം ആ കൂട്ടത്തിലെ ഒരു പയ്യൻ, എനിക്ക് ആ ബുക്ക് വേണം, എന്റെ അച്ഛൻ ഇത്തരം ഒരു ബുക്ക് വാങ്ങിക്കൊണ്ട് വരാനായി പറഞ്ഞ എന്നെ ഇപ്പോ മാർക്കറ്റിലേക്ക് വിട്ടത്. ഭാഗ്യം വേറെ ആരും ഇത് വേണമെന്ന് പറയാഞ്ഞത്. എനിക്ക് തന്നെ അത് വേണം, ആകെ ഒരു കോപ്പിയല്ലേ ഉള്ളൂ എന്ന് അവള് പറയുമ്പോ അത് കേട്ട് മറ്റുള്ളവരും ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാനായി തുടങ്ങുന്നു. ആകെ ഒരേ ഒരു കോപ്പി ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അധികം കാശ് തരുന്ന ആൾക്ക് അത് തരാമെന്ന് അവള് പറയുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു ലേലം വെപ്പ് തന്നെ നടക്കുന്നുണ്ട്. 10 രൂപയിൽ തുടങ്ങി ഏകദേശം 250 രൂപ വരെ ആ ബുക്കിന് വില വരുന്നു. അങ്ങനെ ഏറ്റവും ഉയർന്ന തുക തരുന്ന ആൾക്ക് അവൾ ആ ബുക്ക് വിറ്റ് വേഗം കാശുമായി അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ ആ ബുക്ക് തുറന്നു നോക്കുന്ന അയാൾ ആകെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഷോക്കായി പോകുന്നു. കാരണം ആ ബുക്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, വെറും പ്ലെയിൻ ബുക്കാണ്. എന്തൊക്കെയോ വിദ്യകൾക്കുള്ള ട്രിക്കുകൾ അതിലുണ്ടെന്ന് പറഞ്ഞ് അവൾ പറ്റിച്ച് കാശുമായി മുങ്ങി എന്ന് മനസ്സിലാക്കുന്നു. അവള് മാത്രമല്ല, മുന്നേ ആ ബുക്ക് വാങ്ങുന്നത് പോലെ ആക്ഷൻ കാണിച്ച ആ പയ്യനും മഹാ ഉടായിപ്പാണ്. അവളുടെ ആളാണവൻ. ഇവിടെ ബുക്ക് വാങ്ങാതെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഇവരെ ട്രിഗർ ചെയ്ത് അത് വാങ്ങിപ്പിക്കാനായിട്ടുള്ള രണ്ടിന്റെയും പദ്ധതിയായിരുന്നു. അബദ്ധം മനസ്സിലാക്കിയ അയാൾ കുറച്ച് ആളുകളുമായി അവളെ പിടിക്കാനായി ഓടിക്കുന്നു. അവളാകട്ടെ ഓടിച്ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് കയറുകയാണ്. അതൊരു വീട് പോലെയുണ്ട്. അവിടെ കട്ടിലിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അവളാകട്ടെ വേഗം തന്നെ ആ കട്ടിലിന്റെ അടിയിൽ കയറി ഒളിക്കുന്നു. ഈ സമയം തന്നെ ആ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ആളിനെ ആക്രമിക്കാനായി 2-3 പേർ അവിടേക്ക് എത്തുന്നു. അവർ ആ ഉറങ്ങുന്ന ആൾക്ക് നേരെ വാളോങ്ങുമ്പോഴേക്കും അയാൾ ചാടി എണ്ണിക്കുകയും അവരെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നു. ബഹളം കേട്ട് അകത്തു നിന്ന് മറ്റൊരാളും കൂടി വരുന്നുണ്ട്. കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ ആളാണ് കഥാനായകനായ മുറോങ്. മറ്റേത് അവന്റെ അസിസ്റ്റന്റ് ആയ ഫു ആണ്. ആക്രമിക്കാനായി എത്തിയ ശത്രുക്കളെ അടിച്ച് ബോധം കെടുത്തി കഴിയുമ്പോഴാണ് കട്ടിലിനടിയിൽ ഒരാളുണ്ടല്ലോ, അതും ആക്രമിയായിരിക്കുമെന്ന് തോന്നി അവർ പരിശോധിക്കാനായി തുടങ്ങുമ്പോഴേക്കും കട്ടിലിനടിയിലിരുന്ന് ഇവരുടെ സംസാരം കേട്ടിരുന്ന വിൽറു പെട്ടെന്ന് ഞാനായിട്ട് വെളിയിലേക്ക് വരാമെന്നും പറഞ്ഞ് വെളിയിലേക്ക് വരുന്നു. പക്ഷെ ആ ടീം അവളുടെ കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിൽ ബാക്കി ഫേസ് കവർ ചെയ്താണ് അവൾ നിൽക്കുന്നത്. ഞാൻ ഈ വന്നവരുടെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞ് അവൾ പോകാനായി നിൽക്കുമ്പോൾ ഇവൾ മുഖം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഇവള് കള്ളിയാണോ, അവരുടെ ആളായിരിക്കുമെന്ന് സംശയം തോന്നുന്ന അവർ ബലമായി അവളുടെ മുഖം നോക്കാനായി ശ്രമിക്കുന്നു. അതിനായി മുറോങ്ങിന്റെ അസിസ്റ്റന്റ് ആയ ഫു അവളെ പേടിപ്പിക്കാനായി വാളെടുക്കാനായി തുടങ്ങുമ്പോഴേക്കും മുറോങ് അറിയാതെ രക്തം ഛർദ്ദിക്കുന്നത്. പെട്ടെന്ന് പാനിക് ആകുന്ന ഫുവിന്റെ ശ്രദ്ധയും മുറോങ്ങിലേക്ക് തിരിയുമ്പോൾ ആ ഗ്യാപ്പിന് വിൽറു അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. വെളിയിലേക്ക് എത്തുന്ന അവൾ അവളുടെ ആ ഒരു അസിസ്റ്റന്റ് കുട്ടിപ്പയ്യനെയും കാണുന്നു. രണ്ടുപേരും ഒന്നിച്ചാണല്ലോ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. വയ്യാതെ വന്ന മുറോങ്ങിനെ അമ്മ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇത്രയും നേരം വിൽറു ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവൾ ഒരു തരികിടയാണ്, കള്ളിയാണെന്നൊക്കെ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. അവൾ നല്ലൊരു കാരണത്തിന് വേണ്ടിയാണ് കാശുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനായി നോക്കുന്നത്. അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഷെൽട്ടർ, അതാണ് അവളുടെ ലക്ഷ്യം തന്നെ. അങ്ങനെ അവൾ ഇനി അതിന് എന്ത് ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുള്ള സ്ഥലത്തൂടെ ഒരു രാജരഥം പോകുന്നത് അവൾ കാണുന്നത്. അത് ആ നാട്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിന്റേതാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അതിൽ താൻ ചെന്ന് ഇടിച്ച് പ്രശ്നമായി കഴിഞ്ഞാൽ തനിക്ക് ആ പേരിൽ കുറച്ച് ക്യാഷ് തട്ടിയെടുക്കാലോ എന്ന കണക്കൂട്ടലിൽ അവൾ അതിലേക്ക് ഇടിക്കാനായി ചെല്ലുന്നു. അപ്പോഴേക്കും അതിനകത്തുണ്ടായിരുന്ന മുറോങ്ങിന്റെ അമ്മയാകട്ടെ ഇവളെ കണ്ടപാടെ ഇതുപോലെ കുറെ കണ്ടതാണെന്ന മട്ടിൽ അവൾ അതിലേക്ക് വന്ന് ഇടിക്കും മുന്നേ അവളെ തട്ടി താഴെ ഇടുന്നു. വീഴുന്ന വീഴ്ചയിൽ അവളുടെ ബോധം പോകുന്നുണ്ട്. ആ സമയം അവളുടെ മുഖം ശരിക്ക് കാണുന്ന അമ്മയ്ക്ക് എന്തോ ഒരു ഐഡിയ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് ബോധം വരുന്ന സമയം അവൾ മറ്റൊരു ഗെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയാണ് അവൾ ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ആകട്ടെ മുറോങ്ങിന്റെ അമ്മ നിൽപ്പുണ്ട്. ഞാനെന്ത് ഇവിടെയെന്ന് അവൾ ചോദിക്കുന്നു. കാരണം അവൾ ആ വണ്ടിയിലേക്ക് ഇടിക്കാനായി ചെന്നപ്പോഴേ അകത്ത് ഇങ്ങനെ ഒരു സ്ത്രീയെ അവൾ കണ്ടു
കണ്ടിരുന്നു. അവരാകട്ടെ നിനക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ നിന്റെ സ്റ്റെപ്പ് മദർ ആണ്, അന്ന് സംഭവിച്ച ആ ഒരു അപകടത്തില് നിന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു, അതായിരിക്കും നിനക്ക് എന്നെ ഓർമ്മ കിട്ടാത്തത്. എന്തായാലും നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കും, നമുക്ക് നാളെ കാണാന്നും പറഞ്ഞ് അവരവിടെ അവളെ നോക്കാനായി, അവൾ ഇവിടെ നിന്ന് ചാടി പോകാതിരിക്കാനായി ഒരു ജോലിക്കാരിയെ നിർത്തിയ ശേഷം പുറത്തേക്ക് പോകുന്നു. ഇവരെന്താ ഈ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ പിന്നീട് ആ ജോലിക്കാരിയോട് ഞാനിത് എവിടെയുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചോങ് ഫാമിലിയുടെ പാലസ് ആണെന്ന് അവർ പറയുന്നു. മുന്നേ താൻ ആരുടെ അടുത്തു നിന്നാണോ എസ്കേപ്പ് ആവാനായി പുറത്തേക്ക് ഓടിയത്, ഒടുക്കം അയാളുടെ ഫാമിലിയുടെ സ്ഥലത്ത് തന്നെയാണ് താൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് മുന്നേ കണ്ട ആ ഒരു സ്ത്രീ തന്റെ സ്റ്റെപ്പ് മദർ ആണ് അവരെന്ന് പറഞ്ഞതോ അല്ലെ തന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നതെന്നോ അവൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്തായാലും താൻ ഇവിടുത്തെ മകളാണെന്ന രീതിയിൽ അവർ സംസാരിച്ചതുകൊണ്ടും തനിക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചെന്ന രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടും ജോലിക്കാരിയോട് മുന്നേ പോയവര് പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, നിനക്ക് എന്നെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനായി വിൽഡ്രു ആവശ്യപ്പെടുമ്പോ ഈ കുടുംബത്തിലെ മുന്നേ കണ്ട ആ അമ്മയുടെ സ്റ്റെപ്പ് ഡോട്ടർ ആണ് നിങ്ങൾ എപ്പോഴും ബുദ്ധിക്കൊരു 50 പൈസ കുറവുള്ള പോലെയാണ് പെരുമാറാറ്, എപ്പോഴും മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് വളരെ പാവമായ ഒരാളാണ്. പക്ഷെ ഇപ്പോ ഓർമ്മക്കുറവ് സംഭവിച്ചു എന്ന് പറയുന്ന നിങ്ങൾ ആ ഒരു രീതിയിലല്ലല്ലോ പെരുമാറുന്നത് എന്ന് ജോലിക്കാരി പറയുന്നു. ഇതെല്ലാം കേട്ട് ഇവൾ ആകെ കിളി പോയിരിക്കുകയാണ്. എന്റെ കിളിയാണോ പോയിരിക്കുന്നത് അതോ ഇവിടെയുള്ളവരുടെ കിളിയാണോ പോയിരിക്കുന്നത്, എന്നെ കണ്ടിട്ട് ഈ കുടുംബത്തിലെ പെൺകുട്ടി എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ വട്ടാണോ എന്ന് അവള് ചിന്തിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ ഒരു കാഴ്ച കാണുന്നത്. ഈ ബംഗ്ലാവിൽ നിന്ന് അല്പം മാറിയൊരു സ്ഥലത്ത് രഹസ്യമായി ഒരു വൈദ്യന്റെ കൂടെ നിൽക്കുകയാണ് മുറോങ്ങിന്റെ അമ്മ. അവിടെ മുന്നേ രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് ബോധരഹിതനായി പോയ മുറോങ്ങുമുണ്ട്, ഒപ്പം വിൽഡുവിനെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുമുണ്ട്. മുറോങ് ഈ സ്ത്രീയുടെ യഥാർത്ഥ മകനാണെങ്കിൽ ആ കിടക്കുന്ന പെൺകുട്ടിയാണ് മുന്നേ അവർ പറഞ്ഞ അവരുടെ യഥാർത്ഥ സ്റ്റെപ്പ് ഡോട്ടർ. അവരുടെ സ്റ്റെപ്പ് ഡോട്ടറിനെയും ഈ വിൽഡുവിനെ കണ്ടാൽ ഒരേപോലെ ഉണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ വിൽഡുവിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. മുറോങ്ങിന്റെ ശരീരത്തിൽ ഒരു വിഷാംശമുണ്ട്, അത് മാറ്റാനായി അവന്റെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിച്ച് പുതിയ രക്തം കയറ്റണം. അതിനായി ഈ സ്റ്റെപ്പ് ഡോട്ടറിന്റെ രക്തം കയറ്റാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നതിലൂടെ ഇവൾ കോമ സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. പക്ഷെ ഇത് ചെയ്യുന്നത് മറ്റാരും അറിയാതിരിക്കാനായിട്ടാണ്. അവളെ പോലെ കണ്ടാലിരിക്കുന്ന വിൽഡ്രുവിനെ കണ്ടപ്പോൾ അവർ തക്ക സമയത്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ വിൽഡ്രുവിനെ ആ സ്റ്റെപ്പ് ഡോട്ടറിനെ പോലെ മറയാക്കി പിടിച്ച് തന്റെ മകന്റെ ജീവൻ ആ സ്റ്റെപ്പ് ഡോട്ടറിനെ കൊന്നായാലും രക്ഷിക്കാനായി അവരവിടെ ശ്രമങ്ങൾ തുടങ്ങുന്ന ഇതേ സമയം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ കയ്യിൽ കിട്ടിയ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്ത് വിൽഡ്രു പുറത്തേക്ക് ചാടുന്നു. അവൾ പുറത്തെത്തുമ്പോൾ അവിടെ കുറച്ച് പേർ അവർ തന്നെ പിടിക്കാൻ വരുന്നതായിരിക്കും, താൻ മോഷ്ടിച്ച് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചത് അറിഞ്ഞിട്ട് പിടിക്കാൻ വരുന്നതായിരിക്കും എന്ന് കരുതി ആകെ പാനിക് ആവുന്നു. എന്നാൽ ഇവർക്ക് എന്തിന്റെ കേടാ, ഞാനൊരു കുറച്ച് പൈസയുടെ സാധനം എടുത്തു നോർത്ത് ഇത്ര സമ്പത്തുള്ള ഈ ഫാമിലിക്ക് എന്ത് സംഭവിക്കാനാ, എന്റെ പുറകിൽ എന്തിനാ ഇവർ ഓടി വരുന്നത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് അവൾ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ എത്തിയിരിക്കുന്നവർ വിൽഡ്രുവിനെ പിടിക്കാനായി വന്നവരല്ല. നമ്മൾ മുന്നേ കണ്ടില്ലേ മുറോങ്ങിനെ ആക്രമിക്കാനായി ചില ആളുകൾ വന്നിരുന്നത്, അവരുടെ ഗ്യാങ്ങിൽ പെട്ടവർ തന്നെയാണ്. ഇവർ എന്തിനാണ് മുറോങ്ങിനെ ആക്രമിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം. അങ്ങനെ തന്നെ പിടിക്കാനാണ് അവർ വരുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന വിൽഡ്രു നേരെ ചെല്ലുന്നത് മുറോങ്ങിന് ആ ഒരു രക്തമാറ്റൽ ചികിത്സ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ എത്തുന്നവൾ ആ സ്ത്രീയെയും അവിടെ ബോധരഹിതനായി കിടക്കുന്ന മുറോങ്ങിനെയും ഒപ്പം തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെയും കാണുന്നു. ഇത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. ഇപ്പോഴാണ് അവൾക്ക് എന്തുകൊണ്ടാണ് തന്നെ സ്റ്റെപ്പ് ഡോട്ടർ എന്ന് അവർ പറഞ്ഞതും ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് താനെന്ന രീതിയിൽ ആ ഒരു ജോലിക്കാരി സംസാരിച്ചതും എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നത്. ആ സമയത്ത് അവിടേക്ക് ആക്രമികൾ എത്തുന്നു. ഇത് കാണുന്ന മുറോങ്ങിന്റെ അമ്മ വൈദ്യരോട് ചികിത്സ കണ്ടിന്യൂ ചെയ്യാനായി പറഞ്ഞ് ആ ആക്രമികളെ നേരിടാനായി പോവാണ്. ഇവരെ കണ്ടാൽ നിസാരക്കാരിയാണെന്ന് കരുതണ്ട, കാരണം അവർക്ക് മാർഷ്യൽ ആർട്സിൽ നല്ല പ്രാവീണ്യമുണ്ട്. അവർ ശത്രുക്കളെ അടിച്ചു തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ശത്രുക്കളാകട്ടെ മുറോങ്ങിനെ ആക്രമിക്കണമെന്നതാണല്ലോ അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എടുത്തെറിയുന്നു. അങ്ങനെ ഇത് കാണുന്ന വിൽഡ്രു അവിടേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും അവളെ പോലെയുള്ള ആ പെൺകുട്ടിയുടെ ശരീരം തീ കത്താനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുറോങ്ങും ബോധരഹിതനായി കിടക്കുന്നത് കൊണ്ട് അവനെ രക്ഷിക്കണോ വേണ്ടയോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങനെ രക്ഷിക്കാതെ പോകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവൾ അവനെങ്കിലും സേഫ് ആക്കാനായി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അപ്പോഴും താൻ ആർക്കും ഒന്നും ചുമ്മാ ചെയ്തു കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ഇതുപോലെ സമ്പന്നർക്ക് അങ്ങനെ ചുമ്മാ ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല. പാവങ്ങളോട് ഒരു മനസാക്ഷി ഇല്ലാത്തവരെ ഇവരൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും പകരമായി ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് കരുതിയാണ് അവൾ അവനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ സമയം ആക്രമികളെ നേരിട്ടുകൊണ്ടിരുന്ന മുറോങ്ങിന്റെ അമ്മയുടെ കൂടെ അവരെ നേരിടാനായി മുറോങ്ങിന്റെ അസിസ്റ്റന്റ് ആയ ഫൂവും എത്തുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചേർത്ത് ആക്രമികളെ അടിച്ച് നിരപ്പാക്കുമ്പോഴേക്കും മുറോങ്ങിനെ ഒരു സ്ഥലത്തേക്ക് സേഫായി വിൽഡ്രു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് നിങ്ങളെ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ട് പകരത്തിന് എനിക്ക് എന്തെങ്കിലും വേണം എന്ന് അവളോട് തന്നെ പറയുന്നവൾ അവന്റെ പോക്കറ്റ് തപ്പുമ്പോൾ അവൾക്ക് ഒരു സാധനം കിട്ടുന്നു. ഇത് കൊള്ളാലോ എന്ന് കരുതി അവൾ അത് സ്വന്തമായി എടുക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവൾ കാണുന്നത് മുറോങ് തന്നെ തുറിച്ചു നോക്കുന്നതാണ്. അവൻ അപ്പോഴേക്കും ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആകെ പേടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരൊക്കെയോ വരുന്നത് മനസ്സിലാക്കുന്നവൾ പെട്ടെന്ന് ഇവന്റെ വാ പൊത്തിപ്പിടിക്കുന്നു. വന്നിരിക്കുന്നത് മറ്റാരുമല്ല മുറോങ്ങിന്റെ സഹോദരനായ വേയും ആളുകളുമാണ്. ഉടനെ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ശബ്ദം പോലെ കേട്ട് വേയുടെ ആളുകൾ അവിടേക്ക് അമ്പെയ്യുമ്പോൾ അത് മുറോങ് തടുക്കുന്നു. അതിനുശേഷം
ശേഷം അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് അവൻ ചോദിക്കുന്നു. കാരണം ഈ ഒരു സ്ഥലം പൊതുവെ അങ്ങനെ ആളുകൾ വരാത്ത ഒരിടമാണ്. ആ ടീം ഇവിടെ ഒരു സ്ഫോടനം പോലെ ശബ്ദം കേട്ടു. ശത്രുക്കൾ ആരെങ്കിലും വന്നതാണോ എന്നറിയാൻ ആളുകളെയും കൂട്ടി ഞാൻ വന്നതാണെന്ന് വേ പറയുന്നു. ആ സമയത്താണ് മുറോങ്ങിന്റെ അടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയെ വേ കാണുന്നത്. സ്റ്റെപ്പ് സിസ്റ്റർ ആയ സുവാൻ ആണെന്നാണ് അവളെ കാണുമ്പോ വേ തെറ്റിദ്ധരിക്കുന്നത്. ഇത് സുവാൻ അല്ലേ, നീ എന്തിവിടെന്ന് വേ ചോദിക്കുമ്പോഴേക്കും സുവാൻ തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിലും അവളെ പറ്റി കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവളെ അധികമൊന്നും മുറോങ് കണ്ടിട്ടില്ല. ഈ വേയും കണ്ടിട്ടില്ല. ഒരു വട്ടം കണ്ടാണ് അവൻ അവളെ കണ്ടിട്ടുള്ളത്. മുറോങ് ആണെങ്കിൽ അത്രയും പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സുവാൻ എങ്ങനെ ഇരിക്കും എന്നതറിയാത്ത മുറോങ് ഇതാണോ സുവാൻ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് വേ പറയുമ്പോ പെട്ടെന്ന് അവളും ആ ജോലിക്കാരിയിൽ നിന്ന് സുവാന് ലേശം ഒരു വട്ടുള്ളത് പോലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതേപോലെ ആക്ട് ചെയ്യുമ്പോ വേക്ക് ഡൗട്ട് ഒന്നും തോന്നുന്നില്ല. പക്ഷെ മുറോങ്ങിനാകട്ടെ എന്തൊക്കെയോ ഡൗട്ട് ഇവളെ പറ്റി തോന്നുന്നുണ്ട്. ഇവള് തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണോ? ഇവള് പക്ഷെ ഇപ്പൊ വട്ടുള്ളത് പോലെ കാണിച്ചെങ്കിലും കുറച്ചു മുന്നേ അതുപോലെ അല്ലല്ലോ കാണിച്ചത് എന്ന് അവൻ ചിന്തിക്കുന്നു. എന്തായാലും അവൻ അതിനെപ്പറ്റി ഒന്നും തന്നെ വേയോട് പറയുന്നില്ല. അങ്ങനെ വേയും ആളുകളും പോയി കഴിയുമ്പോ തന്നെ പറ്റി എന്തോ ഡൗട്ട് തോന്നിയിട്ടും അത് വേയോട് പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ വിൽറു മുറോങ്ങിനോട് നന്ദി പറയുമ്പോ നീ ആള് നിസ്സാരക്കാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ എന്നെ വലിച്ചെടുത്തോണ്ട് വന്ന് എന്നെ പോക്കറ്റ് അടിക്കാനായി നോക്കി. നീ ഒരു പെരുങ്കള്ളിയാണെന്ന് കാര്യം മനസ്സിലാക്കി ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഒരുക്കല്ല. നിന്നെ ശിക്ഷിക്കും. നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ തരും. അതിനായിട്ടാ മറ്റാരും നിന്നെ ശിക്ഷിക്കാതിരിക്കാനായി ഞാൻ സേവ് ചെയ്ത്, അല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് അവൻ പറയുന്ന ടീം. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയതോ പോക്കറ്റ് അടിക്കാൻ നോക്കിയതോ അല്ല. ഞാൻ നിങ്ങളെ സഹായിച്ചതാണ്. അതിന് പകരമായി ഞാൻ ആരെയും ഫ്രീ ആയി സഹായിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആ പെൻഡന്റ് എടുത്തു, അത്രേ ഉള്ളൂ എന്ന് അവള് പറയുന്നത് മുറോങ് കേൾക്കുന്നില്ല. പക്ഷെ അപ്പോഴേക്കും അവൻ ബോധം കെട്ട് താഴെ വീഴുന്നു. കാരണം മുന്നേ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണല്ലോ ഈ കോലാഹലമൊക്കെ ഉണ്ടായത്. ഓൾറെഡി ഇവൻ എന്തോ ഒരു വയ്യാഴുകയുണ്ട്. അവളാകട്ടെ ഇവൻ അനക്കില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും അവനെ സഹായിക്കാൻ നിൽക്കാതെ ഇപ്പൊ എന്നെ അങ്ങ് ശിക്ഷിക്കൂന്നൊക്കെ വീമ്പിളക്കിയ ആളല്ലേ അവിടെ കിടക്കെന്ന് പറഞ്ഞ് അവനിട്ട് ഒരു ചവിട്ടും കൊടുത്താണ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവൾ ആരുടെയോ മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട്. ഇതേ ടീം വേ ആകട്ടെ അവന്റെ ഒരു അസിസ്റ്റന്റിനെ വഴക്ക് പറയുന്നു. എത്രയും പെട്ടെന്ന് മുറോങ്ങിനെ കൊല്ലാനായിട്ടുള്ള കരുക്കൾ നീക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നോക്ക്, അവന്റെ രക്തത്തിലെ പോയിസൺ അവർ ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയിരിക്കുന്നു. അച്ഛൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ എല്ലാം അവനായിരിക്കും. എനിക്ക് യാതൊരു ഹോൾഡും കാണില്ല. അതുകൊണ്ട് അച്ഛൻ വരുന്നതിന് മുന്നേ അവന്റെ കഥ കഴിക്കണമെന്ന് വേ പറയുന്നു. ഇതേ സമയം മുന്നേ രക്ഷപ്പെടാനായി ശ്രമിച്ച വിൽറൂനെ പിടിച്ചത് മറ്റാരുമല്ല മുറോങ്ങിന്റെ അമ്മയാണ്. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ആ ടീം അവൾക്ക് രക്ഷപ്പെടണം, ഇവിടെ നിൽക്കാൻ വയ്യ എന്ന കാര്യം പറയുമ്പോ ഒരിക്കലും നിനക്ക് എന്നെ സമ്മതമില്ലാതെ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ലെന്ന് അവർ അവളെ പേടിപ്പിക്കുന്നു. വേറെ വഴിയില്ലെന്ന് കാണുന്നവൾ ഇവിടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ആ ടീം എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നറിയാമോ? ഈ കുടുംബത്തിലെ സുവാൻ എന്ന പെൺകുട്ടിയെ പോലെ തന്നെയാണ് നീ കണ്ടാലിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിനക്ക് ഇതുവരെ അറിയാത്ത അവളെ പോലെ നീ ഒരേ രൂപസാദൃശ്യത്തിൽ ഇരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അതിന് പിന്നിലും ഒരു കാര്യമുണ്ടെന്ന് അവർ പറയുന്ന ടീം അനാഥയായ തന്നെ പറ്റി തനിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങൾ ഇവർക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്ന വിൽറു അതെന്താണെന്ന് വളരെ ആകാംക്ഷയിൽ ചോദിക്കുമ്പോ അതൊക്കെ പറയാം, പക്ഷെ ഇപ്പോഴല്ല, അതിന്റെ സമയമാകട്ടെ എന്ന് മുറോങ്ങിന്റെ അമ്മ പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് വിൽറു? എന്തിനാണ് മുറോങ്ങിനെ കൊല്ലാനായി അവന്റെ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്? അവൻ രക്ഷപ്പെടുമോ? അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചോങ് ഫാമിലിയിലേക്ക് അവിടുത്തെ മകളായി വിൽറു ചെന്നപ്പെടുന്നു. ആ കുടുംബത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇവളുടെ ഇതേ മുഖസാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ അവളെ അവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. മുന്നേ ഉണ്ടായിരുന്ന സുവാൻ എന്ന പെൺകുട്ടിയുടെ രക്തമെടുത്ത് ആ കുടുംബത്തിലെ മുറോങ് എന്ന പയ്യന്റെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷാംശങ്ങൾ മാറ്റി അവന്റെ രക്തം ശുദ്ധീകരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലൂടെ സുവാൻ മരിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവന്റെ അമ്മ അവളെ പോലെ മുഖസാദൃശ്യമുള്ള വിൽറുവിനെ കണ്ടപ്പോ അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ കുടുംബത്തിലെ സുവാനെ റീപ്ലേസ് ചെയ്യാനായി ശ്രമിക്കുന്നത്. വിൽറു ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ അവർ വിടുന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ മുഖസാദൃശ്യം വന്നത് ഒരു കോയിൻസിഡൻസ് ആണെന്ന് കരുതണ്ട. അതിന് പിന്നിൽ നീ അറിയാത്ത നിന്നെ പറ്റിയുള്ള ഒരു രഹസ്യമുണ്ട് എന്നവർ പറഞ്ഞു പോകുമ്പോ അനാഥയായ തനിക്ക് തന്നെ പറ്റി അറിയാത്ത പല രഹസ്യങ്ങളും ഇവർക്കറിയാം. അതുകൊണ്ട് താൻ ഇവിടെ നിന്ന് അത് കണ്ടുപിടിക്കണമെന്ന് വിൽറുവിന് തോന്നുന്നു. അങ്ങനെ അവളും അവിടെ നിൽക്കാണ്. ഇതേ സമയം മുറോങ് അവന്റെ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോ അവൻ ഇപ്പോ ഹെൽത്തി ആയിട്ടുണ്ട്. എന്ത് പറ്റി? എന്റെ അസുഖമൊക്കെ മാറിയതുപോലെ ശരീരത്തിൽ ഒരു ഉന്മേഷം തോന്നുന്നല്ലോ എന്ന് അവൻ അടുത്തുണ്ടായിരുന്ന അമ്മയോട് പറയുമ്പോ ഇങ്ങനെ സുവാന്റെ രക്തം ഇവന് വെച്ച കാര്യമൊന്നും പറയാതെ അമ്മ അത് പിന്നെ നിനക്ക് വൈദ്യര് മരുന്ന് തന്നതാ. അദ്ദേഹം കുറെ പരിശ്രമിച്ച് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി പുതിയൊരു മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നിനക്ക് റിസൾട്ട് തന്നല്ലോ എന്ന് അമ്മ ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നു. കൂടാതെ സുവാൻ ഇവിടെയുണ്ട്, നീ എങ്ങനെ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്തായാലും അവൾക്കൊരു 50 വയസ്സുടെ കുറവുണ്ടെന്ന് എല്ലാവരും പറയുന്നത് നീ കേട്ട് കാണുമല്ലോ. അതുകൊണ്ട് അവളോട് ഇടപെടുമ്പോ സൂക്ഷിച്ചു വേണമെന്ന് ഇവിടെയുള്ളത് മുറോങ്ങിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആയ സുവാനാണ് എന്ന് അവനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അമ്മ പറയുന്നു. പക്ഷെ അവൻ അറിയാലോ ഇതെന്തായാലും സുവാൻ അല്ല എന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്റെ മുറിയിലേക്ക് വന്ന പെണ്ണാണ്, ആ മുഖം മറച്ച് കട്ടിലിനടിയിൽ ഇരുന്ന പെണ്ണാണ് എന്നത് അവന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവളുടെ കണ്ണുകൾ കണ്ടപ്പോ അങ്ങനെ ഒരു സിമിലാരിറ്റി അവന് തോന്നിയിരുന്നു. പക്ഷെ അവന് വലിയ ഉറപ്പില്ല. എങ്കിലും അവൻ അവളെ കാണാനേ പോകുന്നു. അവൾ ആദ്യം സുവാൻ ആണെന്ന രീതിയിൽ മുറോങ്ങിന്റെ മുന്നിലും അഭിനയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ കഴിഞ്ഞ ദിവസം അവൻ
മയക്കത്തിലായിരുന്ന ടീം അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത ഒരു പെൻഡന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളെ ഞാൻ ആ സ്ഫോടനത്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയതിനുള്ള കൂലിയായിട്ട് ഞാൻ എടുത്തത്, അല്ലാതെ മോഷ്ടിച്ചതല്ലാന്ന് അവൾ പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. അവൻ അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും ഓടാതെ അവളെ ഇവൻ പിടിച്ചു വെക്കുന്ന ടീം അവളുടെ ഡ്രസ്സ് കുറച്ച് കീറുന്നു. അവൾ ആ കാര്യത്തില് ദേഷ്യം വന്ന് വെറുതെ വിടത്തില്ലട നിന്നെ ഞാനും പറഞ്ഞ് അവനെ അടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് മുറോങ്ങിന്റെ അമ്മ വിൽറൂനെ നോക്കാനായി ഏൽപ്പിച്ച ജോലിക്കാര് തിരിച്ചു വരുന്നു. അവര് വരുന്നത് കണ്ടപാടെ ഇവളാകട്ടെ ഇവനേതാണ്ട് അവളെ ഉപദ്രവിക്കുന്ന പോലെ പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ച് അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല രക്ഷിക്കണേന്ന് പറഞ്ഞ് കരയാനായി തുടങ്ങുന്നു. ജോലിക്കാരി പെട്ടെന്ന് അവിടെ വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. അതിനുശേഷം ഈ കുട്ടിക്ക് കുട്ടിക്കാലം മുതലേ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയാമല്ലോ, അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അതൊന്ന് ക്ഷമിച്ചു വിട്ടേക്കെന്ന് മുറോങ്ങനോട് പറയുമ്പോ ഇവള് മഹാകള്ളിയാണ് എന്ന ഉള്ളിലുള്ള അവനാകട്ടെ ഇവള് ആൾമാറാട്ടം നടത്തി തന്റെ അമ്മയടക്കം എല്ലാവരെയും പറ്റിക്കുകയാണെന്നുള്ള ദേഷ്യത്തിൽ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവളൊരു കള്ളിയാ, അമ്മ അവളെ വിശ്വസിക്കരുത്, അവള് നമ്മുടെ സുവാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് അറിയാലോ സത്യങ്ങള്. പകരം അമ്മ അവനോട് നിന്റെ അച്ഛൻ അധികം വൈകാതെ മടങ്ങി വരും, അച്ഛന് അവളെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും അവളോട് നല്ല രീതിയിൽ പെരുമാറണം, അതായിരിക്കും അച്ഛനും കാണുമ്പോ സന്തോഷാവുകയെന്ന് അമ്മ പറയുന്നു. ഇതേ ടീം വേ ആകട്ടെ സുവാനെ കഴിഞ്ഞ ദിവസം കണ്ടതുകൊണ്ട് തന്നെ അവളെ പറ്റി എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നി കാര്യങ്ങൾ അന്വേഷിക്കാനായി ഒരാളെ ഏൽപ്പിക്കുന്നു. ഇവനിങ്ങനെ സംസാരിക്കുന്നതെല്ലാം മറിഞ്ഞു നിന്ന് പൂ കേൾക്കുന്നുണ്ടായിരുന്നു മുറോങ്ങിന്റെ അസിസ്റ്റന്റ്. പിന്നീട് മുറോങ് ആകട്ടെ തന്റെ അമ്മ എന്തൊക്കെയോ തന്നോട് മറച്ചു വെക്കുന്നുണ്ട് എന്ന ഡൗട്ട് തോന്നി. പൂവിനോട് ഞാൻ കഴിഞ്ഞ ദിവസം രക്തഛർദ്ദിച്ച് ബോധം കിട്ട ശേഷം എന്താണ് സംഭവിച്ചത്, പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല, പിന്നെ ഞാൻ നോക്കുമ്പോൾ ബോധം വരുന്ന ഞാൻ ഹെൽത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യങ്ങൾ പറയുന്ന ടീം ഫൂ അവനറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മുറോങ്ങിനോട് പറയുന്നു. ഇതേ സമയം മുന്നേ മുറോങ് വഴക്കുണ്ടാക്കാനായി വന്ന ടീം അവന്റെ കയ്യിൽ നിന്ന് ഒരു പൗച്ച് അവൻ അറിയാതെ വിൽറു എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഗോൾഡ് പോലെയുള്ള എന്തോ ഒന്നുണ്ട്. അവൾ അത് നോക്കിയിരിക്കുകയാണ്. കൂടാതെ തന്റെ അസിസ്റ്റന്റ് കുട്ടിപ്പയ്യന് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടിക്കാണോ, അവന്റെ കയ്യിലാണെ കാശുമില്ല, പാവം ഞാനില്ലാതെ എന്നെ കാണാതെ കഷ്ടപ്പെടുമായിരിക്കും എന്ന ആവൽ അതി വരുന്നു. ആ സമയം അവിടേക്ക് എത്തുന്ന ആ തോഴി അവളോട് ഇവിടുത്തെ അമ്മ നിങ്ങളെ പഠിപ്പിക്കാനായി തീരുമാനിച്ചു, മുറോങ് ഒക്കെ പഠിക്കുന്ന അതേ സ്ഥലത്താണ് പഠിപ്പിക്കാൻ വിടുന്നതെന്ന് പറയുമ്പോൾ ഇവൾക്കാകെ ടെൻഷൻ. കാരണം ഇവൾ ഈ ഒരു ഇട്ടാവട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങി പലരുമായി ഇടപെടേണ്ട ഒരു സാഹചര്യം പഠിക്കാൻ പോകുന്ന ടീം വന്നു കഴിഞ്ഞാൽ ഇവൾ ആൾമാറാട്ടം നടത്തുകയാണ് എന്നത് പിടിക്കപ്പെടുമോ, പിടിക്കപ്പെട്ട തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ഇവരൊക്കെ സമ്പന്നരാണ്, ഇവിടുത്തെ വലിയ ആളുകളാണ്, അതോടെ അവര് കൈമലർത്തിയാലും താനായിരിക്കും പിടിക്കപ്പെടുക എന്ന ടെൻഷൻ വരുന്ന അവൾ മുറോങ്ങിനെ കാണാനായി പോകുന്നു. അവൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് റൂഫ് ടോപ്പിൽ ചെന്നിരുന്ന് ഇവൾ കടല കഴിച്ച് അതിന്റെ തൊണ്ട് അവന്റെ ദേഹത്തോട്ട് എറിയുമ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത്. അവന് വല്ലാത്ത ദേഷ്യം വരുന്നു. അവളാകട്ടെ അവന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനായി മുകളിൽ നിന്ന് സ്റ്റൈലായി താഴേക്ക് ഇറങ്ങാനായി നോക്കുന്നുണ്ടെങ്കിലും അവള് വീഴാനായി പോകുമ്പോ വീഴാതെ അവളെ അവനാണ് പിടിച്ചു വെക്കുന്നത്. പക്ഷെ കാര്യമോർത്ത് ദേഷ്യം വരുന്ന അവൻ അവളെ ടപ്പേന്ന് താഴെ ഇടുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവള് ദേഷ്യപ്പെടുമ്പോ എന്റെ കയ്യിൽ നിന്ന് രണ്ടാമത് നീ അടിച്ചു മാറ്റിയില്ലേ, അത് ഇങ്ങ് തന്നേക്കണം, അതിലും കണ നീ കൈവച്ച കൊന്നുകളയുന്ന അവൻ പേടിപ്പിക്കുമ്പോ അത് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഒന്നിച്ചല്ലേ ഇനി പഠിക്കാൻ പോകേണ്ടത്, ആ ടീം എന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചേക്കണം, എന്നെ എങ്ങാനും ആരെങ്കിലും പിടിച്ചാല് പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും പ്രശ്നം വരാന്ന് അവള് പറഞ്ഞു പോകുമ്പോ അപ്പൊ തന്റെ അമ്മയും അറിഞ്ഞുകൊണ്ടാണ് ഇവൾ ആൾമാറാട്ടം നടത്തുന്നതെന്ന് മുറോങ്ങിന് മനസ്സിലാവുന്നു. അമ്മ എന്തിനായിരിക്കും ഇവളെ സുവാനായി അഭിനയിപ്പിക്കുന്നത്, അപ്പോൾ യഥാർത്ഥ സുവാൻ എവിടെയായിരിക്കും എന്ന് അവൻ വലിയ ഡൗട്ടിലാകുന്നു. അങ്ങനെ പഠിക്കാനുള്ള സ്ഥലത്തേക്ക് മുറോങ്ങും വിൽറുവും യാത്ര തിരിക്കുന്നു. കൂട്ടത്തിൽ മുറോങ്ങിന്റെ അസിസ്റ്റന്റും വിൽറുവിന്റെ ആ തോഴിയുമുണ്ട്. അങ്ങനെ പോകുന്ന സമയം തോഴിയോട് സംസാരിക്കുമ്പോഴാണ് ചില കാരണങ്ങൾ കൊണ്ട് വളരെ കുറച്ചു നാളെ ഈ ഒരു അക്കാഡമിയിൽ സുവാൻ പഠിച്ചിട്ടുള്ളൂ, അന്ന് അവൾ പഠിച്ച സമയത്തുണ്ടായിരുന്ന ചില ആളുകൾ ഇപ്പോഴുമുണ്ട്. മുറോങ് സുവാനെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലെന്ന കാര്യങ്ങളും സുവാനായി ഇപ്പോ ഇവരുടെയൊക്കെ കണ്ണുകളിലുള്ള വിൽറുവിന് മനസ്സിലാവുന്നത്. അവൾ അങ്ങനെ നടന്ന് അക്കാഡമിയിലേക്ക് പോകുന്ന ടീം ഇടയ്ക്ക് വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ തളർന്നവിടെ ഇരിക്കുമ്പോൾ വളരെ പുച്ഛത്തിൽ മുറോങ് അവളെ നോക്കി അവിടെ നടന്നു പോകുന്നു. പിറകെ ഫൂവും പോകുമ്പോ എന്തുകൊണ്ട് ഇത്രയും നടന്നു പോകുന്നത്, വേറെ ഒരു വഴിയില്ല അവിടെ എത്താൻ, കുതിരയൊക്കെ ഉപയോഗിച്ചുകൂടെയെന്ന് വിൽറു ചോദിക്കുമ്പോ ഇത് ഈ അക്കാഡമിയുടെ റൂളാ, നടന്നു വേണം പോകാനെന്ന് തോഴി പറയുന്നു. അങ്ങനെ ഇവർ അക്കാഡമിയുടെ അടുത്തെത്തുമ്പോ അവിടെ നിരവധി വിദ്യാർത്ഥികൾ വേറെ നിൽപ്പുണ്ട്. ആ കൂട്ടത്തിലുള്ള പെൺകുട്ടികളൊക്കെ മുറോങ്ങിനെ നോക്കി അന്തം വിടുന്നതും കമന്റ് അടിക്കുന്നതും ഒക്കെ കേൾക്കുന്ന വിൽറു ഇവർക്കൊക്കെ ഒരു ടേസ്റ്റും ഇല്ല, ഇവനെയൊക്കെയാണോ വായി നോക്കുന്നത് എന്ന് പുച്ഛിച്ച് സംസാരിക്കുമ്പോ ഇവിടെയുള്ളവരുടെ ഡ്രീം ബോയ് ആണ് മുറോങ്. മാർഷൽ ആർട്സിൽ വളരെ പ്രഗത്ഭനാണ്, വളരെ സുന്ദരനുമാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മികച്ചു നിൽക്കുന്ന മുറോങ്ങിന് ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോഴി പറയുന്നു. അങ്ങനെ ഇവർ അക്കാഡമിയിലേക്ക് എത്തിക്കഴിഞ്ഞ് അവിടുത്തെ ഡീനിനെ ഗ്രീറ്റ് ചെയ്യുന്ന ടൈം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ വിൽറു ചെയ്യുന്നില്ല. ഇത് കണ്ട് ഡീനൊന്നും കരുതാതിരിക്കാനായി മുറോങ് ഇടയിൽ കയറുന്നു. ഡീൻ ഇവൾക്ക് ഇത്തിരി ബുദ്ധി വളർച്ചയുടെ പ്രശ്നമുള്ള കാര്യം അറിയാലോ, അതുകൊണ്ട് കാര്യമാക്കി എടുക്കരുതെന്ന് മുറോങ് പറയുന്നു. വിൽറു ആകട്ടെ താനിപ്പോൾ സുവാനായിട്ടാണ് ഇവരുടെ ഒക്കെ മുന്നിലുള്ളത്, അതുകൊണ്ട് തന്നെ സുവാന് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതുപോലെ തന്നെ താനും നിൽക്കണം എന്ന രീതിയിൽ ഇടയ്ക്കിടെ ഓരോ ആക്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വിൽറുവിന് പകരം സുവാൻ എന്ന് അവളെ വിളിക്കാം. കാരണം ഇവിടെയുള്ള മുറോങ്ങും മുറോങ്ങിന്റെ അമ്മയും അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കണ്ണിൽ ഇവൾ സുവാനാണല്ലോ. അങ്ങനെ ഇവിടെ സുവാനെ കാണുന്ന അവളെ ഇഷ്ടമില്ലാത്ത ചില പെൺകുട്ടികൾ ഇവൾക്ക് ആ ഒരു പ്രശ്നമുള്ളത് അറിഞ്ഞുകൊണ്ട് അവളെ
അവളെ ആ രീതിയിൽ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന ക്യൂ എന്ന പെൺകുട്ടിയുടെ തലയിലുണ്ടായിരുന്ന ഹെയർ പിൻ എടുത്തുകൊണ്ട് ഓടുന്നു. ക്യൂ അത് വാങ്ങാനായി പിറകെ പോകുമ്പോൾ രണ്ടുപേർക്കും ഇടയിൽ വാക്കുകൾക്കാവുന്നു. ആ സമയം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇവൾ മറുപടി പറയുന്നത് കേൾക്കുന്ന ക്യൂവിന് നീ സുവാൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ, എന്തൊക്കെയോ മാറ്റം വന്ന പോലെ ഉണ്ടല്ലോ സംസാരത്തിൽ എന്ന് പറയുന്നു. കാരണം ഈ സുവാൻ ഇവൾ ഇങ്ങനെയൊന്നും മറുപടി പറയാത്ത, എന്ത് ചെയ്താലും പ്രതികരിക്കാത്ത ഒരു പാവമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ക്യൂ ഇവളുടെ മെക്കിട്ട് കയറാനായി വന്നത്. പക്ഷെ കിട്ടിയ അനുഭവം മറിച്ചായിരുന്നല്ലോ. ആ ടീം വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ക്യൂ സുവാനെ തള്ളുന്നു. അവളാകട്ടെ മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ടു നിന്ന മറ്റുള്ളവർ സുവാൻ എന്ത് പറ്റിയെന്ന് അറിയാതെ അവിടേക്ക് പേടിച്ചോടി വരുന്നു. ആ കൂട്ടത്തിൽ സുവാന്റെ തോഴിയുമുണ്ട്. പക്ഷെ അവർ ഭയപ്പെട്ടതുപോലെ സുവാൻ താഴെ വീണ് അപകടം പറ്റിയിട്ടില്ല. അവള് സേഫായി, പൂച്ച എവിടുന്ന് ചാടിയാലും 4 കാലില് ലാൻഡ് ആകുമെന്ന് പറയുന്നത് പോലെ കറക്റ്റായി സേഫായി താഴെയുണ്ടായിരുന്നു. അവിടെ അവൾ ഇരിക്കുന്ന സമയം ഒരാൾ അവിടേക്ക് വരുന്നു. അയാൾ ഇവളെ കണ്ടപാടെ തിരിച്ചറിയുന്നുണ്ട് ഇവൾ സുവാൻ ആണെന്ന്. പക്ഷെ തിരിച്ചിവൾക്ക് ഇത് ആരാണെന്ന് അറിയില്ലല്ലോ. ആരാ നിങ്ങള് എന്നെല്ലാം ചോദിക്കുമ്പോ അത് നിനക്ക് ഓർമ്മയില്ലേ, എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം, അപ്പോഴേക്കും നീ അറിയുമെന്ന് ആ വന്നിരിക്കുന്ന ആള് പറയുമ്പോ ഞാനിപ്പോ അങ്ങോട്ടില്ല, അവിടെ തന്നെ ഇങ്ങോട്ട് തള്ളിയിട്ടതാ, ഞാനിപ്പോ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഇവള് വളരെ ക്യൂട്ടായി ഓരോ കുരുത്തക്കേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് അവന് വല്ലാതെ ഇഷ്ടാവുന്നുണ്ട്. അവൻ എന്തായാലും ഇവളിൽ എന്തോ ഒരു ചെറിയ മാറ്റമുള്ളത് മനസ്സിലാക്കുന്നു. ശരി, നടന്ന് മുകളിലേക്ക് വരാൻ വൈകി ഞാൻ എടുത്തോണ്ട് പോകാന്നും പറഞ്ഞ് അവൻ അവളുമായി അവിടേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ച് താഴേക്ക് വീണ സുവാൻ സേഫായി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തോഴി വളരെ ഹാപ്പി ആവുന്നു. മറ്റുള്ളവരാട്ടെ അവളുടെ കൂടെയുള്ള ആളിനെ കണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം അവനെ ഇവിടെയുള്ളവർക്കൊക്കെ വലിയ ബഹുമാനമാണ്. മുറോങ്ങിനെ പോലെ തന്നെ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് ഇവനെയും വലിയ കാര്യമാണ്. സുവാനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയെന്ന് തോഴി പറയുമ്പോഴാണ് ഈ കൂടെ നിൽക്കുന്ന ആൾ ഹോങ് ആണ്. യഥാർത്ഥത്തിലെ സുവാനെ ഹോങ്ങുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു എന്ന കാര്യങ്ങൾ ഇടയ്ക്ക് തോഴി വഴി പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയ ഇവൾ അത് ഓർക്കുന്നത്. എന്തായാലും ഇവൻ വളരെ ഹാൻസം ആയതുകൊണ്ട് തന്നെ ഇവനെ കണ്ടപ്പോഴേ ഇവൾക്കൊരു ഇഷ്ടം മനസ്സിൽ തോന്നിയിരുന്നു. ഇതേ ടീം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞ് മുറോങ്ങും വരുന്നു. തന്നെ ക്യൂ തള്ളിയിട്ട കാര്യം സുവാൻ മുറോങ്ങിനോട് പറയുമ്പോൾ മാപ്പ് ചോദിക്കാനായി അവൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ക്യൂ അതിന് തയ്യാറാകാത്തപ്പോ ഇത് വലിയ പ്രശ്നവും, മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഡീനിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയേണ്ടി വരുമെന്ന് ഹോങ് പറയുമ്പോൾ അപ്പോഴും ക്യൂവിന്റെ ഈഗോ മാപ്പ് ചോദിക്കാനായി അനുവദിക്കുന്നില്ല. പക്ഷെ അവളുടെ കൂടെയുള്ള ആളുകൾ തന്നെ അവളോട് മാപ്പ് ചോദിച്ചേക്കല്ലേ വലിയ പ്രശ്നമാവെന്ന് പറയുമ്പോൾ അങ്ങനെ ക്യൂ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ഇവർക്ക് ക്ലാസ് ഒക്കെ തുടങ്ങാറാവുന്നു. ക്ലാസ്സിലേക്ക് സീറ്റിലിരിക്കാനായി ചെല്ലുന്ന സുവാൻ അവിടെ ഹോങ്ങിന്റെ അടുത്ത് ഒരു സീറ്റ് കാണുന്നു. അവന്റെ അടുത്ത് പോയിരിക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവനെ കണ്ടപ്പോഴേ ഇവൻ എത്ര ഹാൻസം ആണെന്നൊരു ഇഷ്ടം അവളുടെ ഉള്ളിൽ തോന്നിയിരുന്നു. കൂടാതെ അവളിപ്പോൾ സുവാനായിട്ടല്ലേ നിൽക്കുന്നത്, ആ പെൺകുട്ടിയുമായി കല്യാണം ഉറപ്പിച്ച ആളും കൂടി ആണല്ലോ ഈ ഹോങ്. അതുകൊണ്ട് തനിക്ക് അവനുമായി അടുക്കാമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. പക്ഷെ ഇവൾ ഹോങ്ങിനെ തന്നെ നോക്കുന്നത് കാണുന്ന മുറോങ് ഹോങ്ങിന്റെ അടുത്ത് അവൾ ഇരിക്കാതെ തടയുന്നു. അവൻ ആ സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ അതിന്റെ പിറകിലുള്ള ഒരു സീറ്റിലേക്കാണ് സുവാൻ ഇരിക്കേണ്ടി വരുന്നത്. അവിടെ അവളുടെ തൊട്ടടുത്തിരിക്കുന്ന ലീ എന്ന ഒരു പയ്യനുമായി അവൾ പെട്ടെന്ന് തന്നെ വലിയ കമ്പനി ആവുന്നു. അവനാകട്ടെ ഇവളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് നോർമൽ ആവും, ഇടയ്ക്ക് പണ്ടത്തെ പോലെ ആവും. പിന്നെ പണ്ടത്തെ ഞാനാണോ ഇപ്പോഴത്തെ ഞാനാണോ നല്ലതെന്ന് അവള് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ നീയാ നല്ലതെന്ന് ലീ മറുപടി പറയുന്നു. അങ്ങനെ ക്ലാസിന്റെ ഇടയിൽ ബ്രേക്ക് ആകുന്ന സമയം മുറോങ് ഹോങ്ങിനോട് സംസാരിക്കുന്നു. നിന്റെ വിവാഹം സുവാനുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ, നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ ഇനിയും സമയമുണ്ടെന്ന് മുറോങ് പറയുമ്പോൾ അതിന്റെ മറുപടി ഹോങ് പറയുന്നതിന് മുന്നേ അവിടേക്ക് ഇവർ സംസാരിച്ചിരിക്കുന്നത് കണ്ട് സുവാനും ലീയും ചെല്ലുന്നു. അവിടെ വെച്ച് വീണ്ടും ഹോങ്ങിനെ കണ്ട് സുവാനാകെ അന്തം വിട്ട് അവനോട് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ മുറോങ് അതിന്റെ ഇടയിൽ കയറി. അങ്ങനെ വീണ്ടും രണ്ടുപേർക്കും ഇടയിൽ വഴക്കാവുന്നു. അവിടെ നിന്ന് അവളെ മാറ്റിക്കൊണ്ടുപോയി മുറോങ് ദേഷ്യപ്പെടാണ്. ഹോങ്ങും സുവാനും തമ്മിലുള്ള വിവാഹമാണ് ഉറപ്പിച്ചത്, നീ ഒരു ഫേക്ക് ആണ്, ആ കാര്യം മറന്ന് നീ അവനുമായി അടുക്കാൻ നോക്കണ്ടെന്ന് മുറോങ് പറയുന്ന ടീം എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാനിപ്പോ സുവാനായിട്ടാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു എന്നത് ഒരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല, അവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും, നോക്കിക്കോളാനായി അവള് വെല്ലുവിളിക്കുന്നു. അങ്ങനെ പിന്നീട് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്ന ഹോങ് ആകട്ടെ തന്റെ അസിസ്റ്റന്റിനോട് സുവാനെ പറ്റി അന്വേഷിക്കണം, നമ്മൾ ഈ അന്വേഷിക്കുന്നത് മുറോങ് അറിയാൻ പാടില്ല, കൂടാതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, ആ സ്ത്രീയുടെ മരണത്തിൽ മുറോങ്ങിന്റെ ഫാമിലിക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുന്നു. എന്തോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനായി തന്റെ അസിസ്റ്റന്റിനെ ഏർപ്പാടാക്കിയിരിക്കുകയായിരുന്നു ഹോങ്. ഇപ്പോൾ അതിന്റെ കൂട്ടത്തിൽ സുവാനിൽ വന്ന മാറ്റത്തെ പറ്റിയും ഡൗട്ട് തോന്നുന്നവൻ അതും കൂടി അന്വേഷിക്കാനായി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി മുറോങ്ങും അവന്റെ അസിസ്റ്റന്റും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ ചെല്ലുന്നു. അത് ഹോങ് ആണോ അതോ ഹോങ് പറഞ്ഞു വിട്ട ആളാണോ അതോ ഇനി മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും അവിടേക്ക് ചെല്ലുന്ന അയാളെ മുറോങ്ങിന്റെ അസിസ്റ്റന്റ് കാണുകയും അവർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുകയും അയാൾ വന്നതുപോലെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു അജ്ഞാതൻ അതിക്രമിച്ചു വന്ന് തടുത്തപ്പോൾ രക്ഷപ്പെട്ടു പോയ കാര്യം അസിസ്റ്റന്റ് മുറോങ്ങിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന മുറോങ് വീണ്ടും അലർട്ട് ആവുന്നു. കാരണം ഓൾറെഡി ഇവനെ കൊല്ലാനായി കുറച്ച് നാളുകളായി ശത്രുക്കൾ നടപ്പുണ്ടല്ലോ, ഇതും അതിന്റെ ഒരു ഭാഗമാണോ, ആണെങ്കിൽ ആരായിരിക്കും, എന്തിനായിരിക്കും എന്ന ആ ഒരു കാര്യത്തിൽ അവൻ വളരെയധികം ടെൻഷൻ ആവുന്നു. അങ്ങനെ ഒന്നിച്ചൊരു അക്കാഡമിയില് പഠിക്കാനായി വന്നിരിക്കുകയാണ് മുറോങ്ങും ഹോങ്ങും സുവാനും. ഇവിടെയുള്ളവരുടെ കണ്ണിൽ മുറോങ്ങിന്റെ സിസ്റ്റർ ആണ് സുവാൻ. സുവാനെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണ് ഹോങ്. അവിടെ ഇവർക്ക്
മാസ്റ്ററിനെ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നു. ആ ടീം ഹോങ് സെലക്ട് ചെയ്യുന്ന അതേ മാസ്റ്ററിനെ തന്നെയാണ് സുവാൻ സെലക്ട് ചെയ്യുന്നത്. അതേ മാസ്റ്ററിനെ തന്നെ ആ ഒരു കാരണം കൊണ്ട് മുറോങ്ങും സെലക്ട് ചെയ്യുന്നു. സുവാന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ലീ, അവരും ഈ മാസ്റ്ററിനെ തന്നെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രി സമയമാകുമ്പോ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സുവാനിന് വഴിതെറ്റുന്നു. അതൊരു വലിയ ക്യാമ്പസ് ആണ്, ആ ഒരു അക്കാഡമിയുടെ. അവളങ്ങനെ ഇനി എങ്ങനെയാ തിരിച്ചു പോകുന്നതെന്ന് അറിയാതെ നടക്കുമ്പോ അവിടെ ഹോങ്ങിനെ കാണാണ്. ഹോങ് അവളോട് സംസാരിച്ചു, വാ നിന്നെ ഞാൻ ഞങ്ങളുടെ രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് മുറോങ്ങും ഹോങ്ങും ഒത്തുകൂടി വൈനൊക്കെ കുടിക്കാറുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഓൾറെഡി മുറോങ് ഇരിപ്പുണ്ട്. ഇവിടെ അവിടെ കാണുന്ന മുറോങ്ങിന് ദേഷ്യം വരുന്നു. എന്തിനാ ഈ വല്ലവളുമാരെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് അവൻ ചോദിക്കുമ്പോ, വല്ലവളോ, ഇത് നിന്റെ സഹോദരിയല്ലേ, കൂടാതെ ഇവള് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേന്ന് ഹോങ് പറയുന്നു. ആ ടീം അവിടെ മുറോങ്ങും കുടിക്കാൻ വെച്ചിരുന്ന വൈനൊക്കെ മനഃപൂർവ്വം തന്നെ സുവാൻ എടുത്ത് കുടിക്കുന്നു. അത് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അവന്റെ വാൾ അവൾ തൊടാനായി പോകുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞ് അവനും ഹോങ്ങും കൂടി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം സുവാൻ കാണുന്നുണ്ട്. അടുത്ത ദിവസം മുറോങ്ങിന്റെ പിറന്നാൾ ആഘോഷം നടക്കാൻ പോകുന്നു. ആ കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ക്യൂ ആകട്ടെ എങ്ങനെയും അധികം വൈകാതെ ഹോങ്ങിനെ ഇംപ്രസ് ചെയ്യണം. ഹോങ്ങുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സുവാൻ എങ്ങനെയും പുറത്താക്കി തനിക്ക് ഹോങ്ങിനെ സ്വന്തമാക്കണം എന്ന പ്ലാനിങ്ങിലാണ്. അവൾക്ക് ഈ ഒരു കാര്യം കൊണ്ടൊക്കെ കൂടിയാണ് സുവാനെ തീരെ ഇഷ്ടമില്ലാത്തത്. എന്തായാലും ഇതേ ടീം തന്റെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ ആക്രമിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സുവാന് ഒന്നും സംഭവിക്കാതെ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്റെ അസിസ്റ്റന്റ് ആയ ഫൂവിനോട് മുറോങ് പറയുന്നു. കാരണം അവൻ അറിയാം അവനെതിരെ ഈ അടുത്തായി നടക്കുന്ന ആ കൊലപാതക ശ്രമം വീണ്ടും തന്റെ പിറന്നാൾ ആഘോഷത്തിനിടയിലും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ പങ്കെടുക്കുന്ന സുവാന് ഒരു ആപത്തും അതുമൂലം വരരുത് എന്ന കണക്കൂട്ടലുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യുന്ന മുറോങ്ങിന്റെ അമ്മ എന്തോ ഒരു ആവശ്യത്തിനായി വേയോട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുമ്പോൾ അവൻ പോകാൻ കൂട്ടാക്കുന്നില്ല. മുറോങ്ങിന്റെ ആഘോഷം ഇവിടെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ച് അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ പിറന്നാൾ ദിവസം എല്ലാവരും ഒത്തുകൂടുന്നു. പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ടീം ക്യൂ ആകട്ടെ സുവാനെ ഒന്ന് ആക്ഷേപിക്കാനായി നീ എന്ത് സമ്മാനമാണ് മുറോങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കാണട്ടെ എന്ന് പറയുമ്പോൾ അവൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കേക്ക് പോലെയുള്ള ഡിഷാണ്. നമ്മുടെ നാട്ടില് ഇതത്ര ഫെമിലിയർ അല്ല, പക്ഷെ വിദേശ നാടുകളിലൊക്കെ ആളുകൾ പിറന്നാൾ ആഘോഷിക്കുന്നത് ദേ ഈ മധുരം പങ്കുവെച്ചുകൊണ്ടാണെന്ന് പറയുന്നവൾ അത് കഴിച്ചു നോക്കാനായി മുറോങ്ങിനോട് പറയുന്നു. മുറോങ് അത് കഴിക്കുമ്പോൾ അവന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഇവൾ ഉണ്ടാക്കിക്കൊണ്ടു വന്നതുകൊണ്ട് തന്നെ കൊള്ളൂലായിരിക്കും എന്ന് കരുതിയാണ് അവൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആ ഒരു ഡിഷ് അപ്പോൾ കഴിക്കുന്നത്. പക്ഷെ കഴിച്ചപ്പോൾ അവന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അവളുടെ മുന്നിൽ സമ്മതിക്കാനായി ഈഗോ അനുവദിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല, ബാക്കി എന്തായാലും എന്റെ മുറി വെച്ചേക്ക്, വേറെ ആരും കഴിച്ച് വയറ് കേടാക്കണ്ട എന്ന രീതിയിൽ അവൻ പറയുന്നു. അങ്ങനെ അവിടെ സെലിബ്രേഷൻ നടക്കാണ്. നല്ല ഫുഡൊക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു സുവാൻ. ആ ടീമാണ് അവൾ അവിടെ മാറി നിന്ന് അവന്റെ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്നത് കേൾക്കുന്നത്. എന്താണെന്ന് കാതോർക്കുന്ന അവൾക്ക് എന്തോ ഒന്ന് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച് ഇത് ഡാൻസേഴ്സിൽ ഒരു പെണ്ണിന്റെ കൊടുക്കണം, ബാക്കി അവള് ചെയ്തോളുമെന്ന് പറയുന്നു. എന്തോ പദ്ധതി മെനയുന്നുണ്ട് വേന്ന് അത് കേൾക്കുന്ന സുവാനിന് മനസ്സിലാവുന്നു. അവൾ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നു. ആ ടീം ആകട്ടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുറോങ്ങിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അച്ഛൻ വേയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു സമ്മാനമാണ് അവനിപ്പോ മുറോങ്ങിന് കൊടുക്കുന്നത്. അച്ഛൻ നിനക്ക് അന്ന് നീ എനിക്ക് തരാണോ ചോദിക്കുമ്പോ നീ എന്റെ അനിയനല്ലേ, അതുകൊണ്ട് നിനക്കൊന്ന് എനിക്കൊന്നോ ഞാൻ അങ്ങനെ വ്യത്യാസം കാണുന്നില്ല എന്ന് പറഞ്ഞ് മുറോങ്ങിന് അത് കൊടുത്ത ശേഷം ആഘോഷം കൊഴുപ്പിക്കാനായി താൻ ഡാൻസേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡാൻസേഴ്സിനെ വിളിക്കുന്നു. അങ്ങനെ ഡാൻസേഴ്സ് എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ സ്ലിപ്പായി വീഴാൻ പോകുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ഹോങ്ങിന്റെ അടുത്തേക്ക് ചെരിയുന്നു. അതിനുശേഷം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവൾ കയ്യിൽ കരുതിയിരുന്ന വിഷം അവിടെ ഹോങ്ങിന് കുടിക്കാനായി വെച്ചിരുന്ന വൈനിൽ മിക്സ് ചെയ്യുന്നു. ഇത് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അതിനുശേഷം ആകട്ടെ മറിഞ്ഞു വീഴാനായി പോയ ഡാൻസുകാരിയെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിടുന്നത് പോലെ ഒരു സീൻ ഉണ്ടാക്കി താൻ വിളിച്ചോണ്ട് വന്ന ഡാൻസേഴ്സ് തന്നെ അങ്ങനെ കാണിച്ചതിന് ഒരു ക്ഷമാപണം എന്ന പോലെ ഹോങ്ങിനോട് സംസാരിച്ച് വൈൻ ഒന്നിച്ച് കുടിക്കാന്ന് പറയുന്നു. ഹോങ് ആകട്ടെ തന്റെ വൈനിൽ വിഷമുണ്ട് എന്നതറിയാതെ അത് കുടിക്കാനായി ഒരുങ്ങുമ്പോ ഇതെല്ലാം കണ്ടു നിന്ന സുവാന് കാര്യങ്ങൾ കത്തുന്നു. അവൾക്ക് ഒരു ഇത്തിരി പ്രശ്നമുള്ളത് പോലെയല്ല, അതുകൊണ്ട് തന്നെ അവൾ ആ രീതിയിൽ അവിടേക്ക് എത്തി. ഹോങ് അത് കുടിക്കാതെ അതിങ്ങ് വാങ്ങി നേരെ അത് വേയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ആകട്ടെ പെട്ടെന്ന് പാനിക് ആവുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിന്ന മുറോങ്ങിന്റെ അമ്മ സുവാന് കുറച്ച് വയ്യാഴികയുള്ളതല്ലേ, അതുകൊണ്ട് നീ അവൾ ചെയ്യുന്നതിലൊന്നും വിഷയമുണ്ടാക്കരുതെന്ന് പറയുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും പറഞ്ഞ് അവൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ അവന്റെ മുറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും നേരെ തന്റെ അസിസ്റ്റന്റിനോട് എത്രയും പെട്ടെന്ന് ഈ വിഷത്തിനുള്ള മറുമരുന്ന് എടുത്തോണ്ട് വരാനായി പറഞ്ഞു വിടുന്നു. ആ സുവാൻ കാരണ എല്ലാം തകിടം പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നത്തോടെ ഹോങ്ങിന്റെ കഥ കഴിഞ്ഞാണ്. അവളെ ഞാൻ വെറുതെ വിടില്ലാന്ന് വേയുടെ ഉള്ളിലും സുവാൻ ഇപ്പോ ഒരു കല്ലുകടിയായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെയാണ് മുറോങ്ങിനെ പോലെ തന്നെ സുവാന്റെയും ബർത്ത്ഡേ. സുവാൻ എന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥത്തിലെ വിൽറുവിന്റെ ബർത്ത്ഡേ. പക്ഷെ അത് ഇവിടെ ആർക്കും അറിയില്ല, അറിഞ്ഞിട്ടും കാര്യമില്ല. ഇവൾ ഇവിടെ ഉള്ളവരുടെ കണ്ണിൽ വിൽറു അല്ല സുവാനാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കിരുന്ന് അവളുടെ ബർത്ത്ഡേ വിഷ് നടത്തുന്നു.
എത്രയും പെട്ടെന്ന് തനിക്ക് തന്നെ പറ്റി അറിയാത്ത ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നതായിരുന്നു അവൾ നടത്തിയ വിഷം. അവൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഹോങ് എത്തുന്നു. വിഷം കലർത്തിയ വൈനായിരുന്നു തനിക്ക് കുടിക്കാനായി വേ തന്നതെന്നും അത് അറിഞ്ഞുകൊണ്ടെന്ന പോലെ സുവാൻ തട്ടിക്കളഞ്ഞതുകൊണ്ടാണ് താനിപ്പോ ജീവനോടെ ഉള്ളതെന്നും അറിയാവുന്നവൻ നിനക്കതിൽ വിഷാംശമുണ്ടെന്ന് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. വേ തന്റെ അസിസ്റ്റന്റിനോട് വിഷം കലക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചത് മറഞ്ഞു നിന്ന് കേട്ട് അതിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ സുവാൻ അത് തട്ടിക്കളഞ്ഞത്. പക്ഷെ അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നു. അവൻ വാ നമുക്കൊരു വാക്കിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളുമായി ചുമ്മാ അവിടെയൊക്കെ നടന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാണ്. അതിന്റെ ഇടയിൽ അവൾക്ക് എൻജോയ് ചെയ്യാനായി ഇവന്റെ ചില വിദ്യകൾ വാളും കൊണ്ടൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. അത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന മുറോങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മുറോങ് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുമ്പോ കാര്യം മനസ്സിലാക്കുന്ന സുവാൻ ശരിയെന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ ഹോങ് മുറോങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി, പിറന്നാൾക്കാരന് ഒരു പിണക്കമെന്ന് ചോദിക്കുമ്പോ എന്റെ പിറന്നാളായിട്ട് നീ അവളുടെ കൂടെ എന്തിനാ സംസാരിച്ചു നിൽക്കുന്നത്, എന്താ എനിക്ക് നീ സമ്മാനം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ, അവളോട് മിണ്ടാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ നിനക്കായിട്ടുള്ള എന്റെ സമ്മാനം ദോ അവിടെയെന്ന് അവൻ വിരൽ ചൂണ്ടുമ്പോ ആകാശത്ത് മനോഹരമായ ആകാശക്കാഴ്ച നമുക്ക് കാണാം. അവനും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ആ ഒരു വൈൻ സുവാൻ വായിലേക്ക് ഇട്ട് കൊടുത്തത് പ്രകാരം അതിന്റെ കുറച്ച് കുടിച്ച വേയ്ക്ക് വയ്യാഴിക വന്നതോടുകൂടി അതിൽ വിഷമുണ്ടായിരുന്നെന്ന കാര്യം മുറോങ്ങിനും മനസ്സിലായിട്ടുണ്ട്. ആരെയും വിശ്വസിക്കേണ്ട, കുറച്ച് ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്ന മുറോങ്, സുവാനാണ് ഇപ്പൊ നിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഞാൻ അംഗീകരിക്കാം, പക്ഷെ അവളുമായിട്ടുള്ള വിവാഹം ബ്രേക്ക് ചെയ്യാൻ നിനക്ക് ഇനിയും അവസരമുണ്ടെന്ന്, ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന ഹോങ്ങിനോട് മുറോങ് പറയുന്ന സമയം അതിന്റെ ആവശ്യമില്ല, എനിക്ക് അവൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുള്ള പെൺകുട്ടിയായിട്ടൊന്നും ഞാൻ അവളെ കണക്കാക്കുന്നേയില്ല എന്ന് ഹോങ് പറയുന്നു. അപ്പോഴേക്കും വേയ്ക്കാകട്ടെ കുറെ അന്വേഷിച്ച് ഒടുക്കം അതിനുള്ള മറുമരുന്ന് കിട്ടുന്നു. കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും അവൻ മരിച്ചു പോയനെ, അത്രയ്ക്ക് അവശനായിട്ടുണ്ടായിരുന്നു ആ മരുന്ന് അവന് കിട്ടുന്ന സമയത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹോങ്ങിന്റെ അസിസ്റ്റന്റ് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. ഇവർ ഒരു മിഡ് വൈഫാണ്. മുന്നേ അസിസ്റ്റന്റിനെ ഒരാളുടെ മരണത്തെ പറ്റി അന്വേഷിക്കാനായി ഹോങ് ഏൽപ്പിച്ചിരുന്നല്ലോ. അവൻ അന്വേഷിക്കുന്നത് അവന്റെ അമ്മയുടെ തന്നെ മരണമാണ്. ഇപ്പോൾ ഈ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന മിഡ് വൈഫ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ് വൈറ്റാട്ടി എന്ന് നമ്മൾ പറയില്ലേ, പ്രസവ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് സഹായിക്കുന്ന അങ്ങനത്തെ ഒരാളാണ് ഇവർ. ഹോങ്ങിനെ പ്രസവിച്ചതോടുകൂടി ഹോങ്ങിന്റെ അമ്മ മരിച്ചു. പക്ഷെ ആ ടീം അവർക്ക് കൊടുത്ത ഒരു മരുന്ന് കാരണമാണ് അവർ മരിച്ചതെന്നും ആ മരുന്ന് കൊടുത്തതും ആ മരണത്തിന് പിന്നിലും മുറോങ്ങിന്റെ കുടുംബം, അതായത് നമ്മുടെ ചോങ് ഫാമിലി ആണെന്നും ഈ സ്ത്രീ പറയുന്നു. തന്റെ അമ്മയുടെ മരണത്തിൽ ചോങ് ഫാമിലിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതായിരിക്കാം ഹോങ് അന്വേഷിക്കുന്നത്. എന്തായാലും അവൻ അവരോട് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുന്നു. അവർക്ക് ഈ ഫാമിലി തന്നെയാണ് ഹോങ്ങിന്റെ അമ്മയുടെ മരണത്തിന് കാരണമെന്ന് 100% ഉറപ്പില്ല. അവരുടെ അന്ന് നടന്ന കാര്യങ്ങളുടെ ഊഹം വെച്ച് പറയാണ്. പക്ഷെ അത് വലിയൊരു കുടുംബമായതുകൊണ്ട് തന്നെ ഇവർക്ക് നേരിട്ട് അതിനെതിരെ പ്രതികരിക്കാനും കഴിയില്ല. ഇതേ ടീം സുവാൻ ആകട്ടെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് വരയ്ക്കുന്നത് മുറോങ്ങിന്റെയും ഹോങ്ങിന്റെയും ചിത്രമാണ്. ആ സമയം അവിടേക്ക് ലീ വരുന്നു. അവൻ കുറെ കാശുമായിട്ടാണ് വന്നിരിക്കുന്നത്. സുവാൻ ലീയുടെ കയ്യിൽ ചില കഥകൾ വിൽക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് കഥ എഴുതുന്നതും ചിത്രം വരയ്ക്കുന്നതും ഒക്കെ ഒരു ഹോബിയാണ്. അവൾ അങ്ങനെ എഴുതിയ കുറെ കഥകളാണിത്. അവനത് കൊണ്ടു നടന്ന് നോട്ടീസ് വിതരണം ചെയ്യുന്നത് പോലെ വിറ്റ് കിട്ടിയ കാശ് അവൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവൾ പകുതി എടുക്കുന്നു, പകുതി കൊണ്ടു നടന്ന് വിറ്റതിന് അവനും കൊടുക്കുന്നു. അവൾ അങ്ങനെ അവിടെ റൂമിലിരിക്കുന്ന ടീം അങ്ങോട്ടേക്ക് മുറോങ് എത്തുന്നു. കാരണം മുറോങ്ങിന്റെ പേര് പറഞ്ഞാണ് ലീയെ കൊണ്ട് സുവാൻ ആ ഒരു കഥകളൊക്കെ വിറ്റെടുത്തത്. കാരണം മുറോങ്ങിനെ പെൺകുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് അവളുമാരുടെ അടുത്ത് ചെന്ന് ഇവനെ വെച്ച് പ്രൊമോട്ട് ചെയ്താണ് അത് ചെയ്തത്. അത് അറിഞ്ഞ ദേഷ്യത്തിലാണ് അവന്റെ വരവ്. അങ്ങനെ ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവൻ അന്ന് എന്റെ റൂമിൽ വന്ന് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നത് നീയല്ലേ, നിന്നെ കൊണ്ട് അന്ന് തൊട്ട് ഞാൻ സഹിക്കാൻ തുടങ്ങിയതാ, ഇനി ആര് തടുത്താലും നിന്നെ കിട്ടി രണ്ടെണ്ണം തന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ അടിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും രണ്ടുപേരും മറിഞ്ഞ് കട്ടിലയിൽ വീഴുന്നു. അവൾ കുതറി മാറാനായി നോക്കുമ്പോൾ അവൻ വിടുന്നില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഹോങ് വരുന്നത്. ഹോങ് ഇവരെ ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോ അയ്യോ നീ കരുതുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പേടിച്ച് മുറോങ് എഴുന്നേറ്റ് പോകുമ്പോ ഉലഞ്ഞു കിടന്നിരുന്ന തന്റെ ഡ്രസ്സൊക്കെ നേരെ പിടിച്ചിട്ട് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ, ഈ മുറോങ് വളരെ മോശക്കാരനാണെന്ന് പറഞ്ഞ് അവള് കുറെ കരഞ്ഞു കാണിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല, ഇവള് കള്ളം പറയാ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല, ഇവളെന്റെ സഹോദരിയല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്നല്ല മുറോങ് ചോദിക്കുമ്പോ ഹോങ് അത് വിശ്വസിക്കാതിരിക്കാനായി ഹോങ്ങിന്റെ മുന്നിൽ നിന്ന് സുവാൻ കരയുന്നുണ്ടായിരുന്നു. മുറോങ്ങിനെ നോക്കി അവൾ ക്രീം കാണിക്കുന്നു. എന്തായാലും സഹോദരിയുടെ സ്ഥാനത്തുള്ള ഒരാളോട് മോശമായി പെരുമാറാൻ മാത്രം മോശക്കാരനാണ് മുറോങ് എന്ന് ഹോങ് വിശ്വസിക്കുന്നില്ല. അവൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സുവാന്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവരുന്നു. അവള് മുന്നേ മുറോങ്ങിന്റെയും ഹോങ്ങിന്റെ ഒക്കെ പടം വരയ്ക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ ആ പടങ്ങളൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്താണ് ഈ കഥകൾ വിറ്റ് കാശുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്ന ഹോങ് മുറോങ്ങിന്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ ചെയ്തതിനോട് യോജിക്കുന്നില്ല. തന്റെ പിക്ചറും അതിലുണ്ടെങ്കിലും ഇപ്പോൾ മുറോങ്ങിനാണല്ലോ അതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുറോങ്ങിനോട് മാപ്പ് ചോദിക്കാനായി പറയുമ്പോൾ അവൾക്കത് ചോദിക്കേണ്ടി വരുന്നു. ആ സമയം മുറോങ് മാപ്പ് മാത്രം പോരാ, അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയ ആ പെൻഡന്റും പിന്നെ ആ പൗച്ചും എനിക്ക് വേണമെന്ന് അവൻ പറയുന്നു. അവള് തരത്തില്ലെന്ന് പറയുമ്പോ നീ തന്നിരിക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്ന അവന്റെ അടുത്തേക്ക് ചെന്ന് ഹോങ്
എന്തൊക്കെ നീ അവളോട് ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്റെ ഒരു പെൻഡന്റ് അവൾ എടുത്തോണ്ട് പോയി. രണ്ടാമത്തേത് എന്റെ ഒരു പൗച്ച്, ആ പൗച്ചിലാണ് എന്റെ സീലുള്ളത്. ആ സീല് ആരുടെയും കയ്യിൽ കിട്ടി അത് മിസ്യൂസ് ചെയ്താ ഒടുക്കം എനിക്ക് തന്നെയല്ലേ പ്രശ്നമാവാന്ന് അവൻ പറയുന്നു. ഇതേ സമയം മുന്നേ ഹോങ്ങിനെ കണ്ടുപോയ ആ മിഡ് വൈഫിനെ വേയുടെ അസിസ്റ്റന്റ് ആക്രമിക്കുന്നത് നമുക്ക് കാണാം. വേയ്ക്ക് അവന്റെ ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയായി ചുമതല ഏൽക്കാൻ സാധ്യതയുള്ള മുറോങ്ങിനെ കൊല്ലണം. പക്ഷെ മുറോങ്ങിനെ കൊന്നാൽ മാത്രം അവന് അടുത്ത പവർ ലഭിക്കില്ല. അതിനായി സുവാനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കുടുംബവുമായി നല്ല ബന്ധമുള്ള ഹോങ്ങിനെയും കൊല്ലേണ്ടതാണ്. അതിനായിട്ടാണ് അവൻ ആ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ഹോങ്ങിനെ കൊല്ലാൻ നോക്കിയതും കൂടാതെ പലപ്പോഴായി മുറോങ്ങിനെ ആക്രമിക്കാനായി നോക്കുന്നത്. എന്തായാലും ഇതേ സമയം ഹോങ്ങിനാകട്ടെ അവന്റെ അസിസ്റ്റന്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. മറ്റൊന്നുമല്ല, അവൻ സുവാനിന് വന്ന മാറ്റത്തെ പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അസിസ്റ്റന്റ് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് യഥാർത്ഥ സുവാൻ മരിച്ചു എന്നും ഇത് സുവാനുമായി മുഖസാദൃശ്യമുള്ള വിൽറു എന്ന പെൺകുട്ടിയാണെന്നുമാണ്. അങ്ങനെ ഇവർ ഇവിടുത്തെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അക്കാഡമിയിലേക്ക് പോകാനായി നിൽക്കുമ്പോൾ സുവാന്റെ കയ്യിൽ ഒരു പൗച്ച് മുറോങ്ങിന്റെ അമ്മ കൊടുക്കുന്നുണ്ട്. അവൾ തിരിച്ച് അക്കാഡമിയിലേക്ക് എത്തിക്കഴിഞ്ഞ് ആ പൗച്ച് തുറന്ന് നോക്കുമ്പോൾ അതിൽ അവൾക്ക് ഒരു സാധനം കിട്ടുന്നു. ഇതേപോലെ ഒരു നല്ല മുറോങ്ങിന്റെ കയ്യിൽ നിന്ന് താനെടുത്ത പൗച്ചിൽ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്ന അവൾ അതെടുക്കുന്നു. അത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ രണ്ടും ഒരു പസിൽ പോലെ സെറ്റ് ആവുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകാൻ ഇനിയും ഒരു പീസും കൂടി വേണം. അതെവിടെയായിരിക്കും, എന്തായിരിക്കും ഇത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. പിന്നീട് അവൾക്ക് അക്കാഡമിയിലെ പഠനത്തിന്റെ ഭാഗമായി വാൾപയറ്റൊക്കെ പഠിപ്പിക്കാനായി മുറോങ്ങിനെയാണ് മാസ്റ്റർ ഏൽപ്പിക്കുന്നത്. ഇവൻ ഈ ചാൻസ് മുതലാക്കി തന്നെ കൊല്ലുമെന്ന് അവൾക്ക് പേടിയുണ്ട്. കാരണം രണ്ടും കീരിയും പാമ്പുമാണല്ലോ. ആ സമയം ഹോങ് ആകട്ടെ നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് സുവാനോട് പറയുമ്പോൾ മുറോങ്ങിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവൾ ഞങ്ങളുടെ കുടുംബത്തിലെ ടെക്നിക്ക് പഠിക്കട്ടെ, നിന്റെ ഫാമിലിയുടെ ഇപ്പൊ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മുറോങ് പറയുമ്പോൾ ഇവൾ എന്നായാലും എന്നെ വിവാഹം കഴിച്ച് എന്റെ ഫാമിലിയിലേക്ക് വരേണ്ടതല്ലേ, അപ്പൊ പിന്നെ ഞങ്ങളുടെ സ്റ്റൈല് പഠിച്ചാലും കുഴപ്പമില്ല എന്ന് ഹോങ് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ് മുറോങ് ഹോങ്ങിന്റെ അടുത്ത് നിന്ന് സുവാനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സുവാനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് മുറോങ് മൈൻഡ് ആക്കാതെ അവന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് ഇതിനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്, എന്റെ ടൈം ചുമ്മാ കളയല്ലേ, വിട്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഹോങ്ങിന്റെ കൂടെ പഠിച്ചേനല്ല, ഞങ്ങൾക്ക് കുറച്ച് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാറുന്നല്ലോ എന്നെല്ലാം അവള് പറയുമ്പോ അതിനായിട്ട് തന്നെയാണ് നിന്നെ ഞാൻ അവിടെ വിടാതെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന ഭാവത്തിൽ അവൻ അത് കേട്ടിരിക്കുന്നു. കൂടാതെ അവൻ അവൾക്ക് ഒരു സ്പെഷ്യൽ ടീ കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ കൊള്ളാമെന്ന് പറയുന്ന അവളോട് ഇത് ഞാൻ യാൻസൺ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ പൗഡറും കൊണ്ട് ഇട്ട ടീ ആണെന്ന് അവൻ പറയുന്നു. അവൾ അത് കേട്ടിട്ടും യാതൊരു റിയാക്ഷനും ഇല്ലാതിരിക്കുകയാണ്. ഇവൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് ആ സ്ഥലത്ത് നിന്നാണ് തന്നെ ആക്രമിക്കാനായി കഴിഞ്ഞ തവണ ആളുകൾ വന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവളെയും തന്നെ ആക്രമിക്കാൻ നോക്കുന്ന ആള് ഒരു സ്പൈ ആയി പറഞ്ഞു വിട്ടതാണോ എന്ന ഡൗട്ട് അവനുണ്ട്. അതുകൊണ്ട് ഇവളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം വന്നാൽ അത് കണ്ട് മനസ്സിലാക്കാനായിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അവൾ യാതൊരു റിയാക്ഷനും ഇല്ലാതിരിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ഇവൻ പിന്നീട് അവളോട് സംസാരിക്കാതെ അവന്റെ കാര്യം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് അവൾക്ക് ബോറടിച്ച് ഒടുക്കം അവൾ എഴുന്നേറ്റും പോകുന്നു. പിന്നീട് ഇവരെല്ലാവർക്കും ലഞ്ച് ബ്രേക്ക് ആവുന്ന ടൈം മുറോങ്ങും ഹോങ്ങുമാണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നത്. ആ സമയം അതിലൂടെ ലീയുടെ കൂടെ ഭക്ഷണം എടുത്തുകൊണ്ടുവരുന്ന സുവാനെ ഹോങ് അടുത്ത് ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. അത് മുറോങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. ഒപ്പം അത് കാണുന്ന ക്യൂവിനും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ക്യൂ എങ്ങനെയും ഹോങ്ങിനെ ഇംപ്രസ് ചെയ്ത് അവനെ വിവാഹം കഴിക്കണം എന്ന പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. ഇവന്തോ അവൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ് എന്നറിഞ്ഞിട്ട് പോലും. നീ എന്റെ അടുത്ത് വന്നിരിക്കാനായി മുറോങ് പറയുന്നുണ്ടെങ്കിലും ഹോങ്ങിന്റെ അടുത്താണ് സുവാൻ ഇരിക്കുന്നത്. കൂടാതെ സുവാന് എന്റെ ഫിയാൻസിയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നതിന് നിനക്ക് എന്താണെന്ന് മുറോങ്ങിനോട് അവളെ ദേഷ്യപ്പെടുമ്പോ അല്ല നീ എന്തെങ്കിലും കൊനിഷ്ടപ്പോഴും കാണിക്കും. വെറുതെ ഹോങ്ങിനെ ശല്യമാവണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണെന്ന് മുറോങ് പറയുന്നു. അത് കേൾക്കുന്ന ഹോങ് സുവാന് ചിക്കൻ വലിയ ഇഷ്ടമാണെന്ന് അറിഞ്ഞ് അവൾക്ക് തന്റെ തട്ടിലിരുന്ന ഭക്ഷണവും എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത മുറോങ് അത് തിരിച്ച് ഹോങ്ങിന്റെ തട്ടിൽ വെക്കുന്നു. എനിക്ക് തന്ന എന്താ കുഴപ്പമെന്ന് ചോദിച്ച് അവൾ അത് വീണ്ടും എടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന്റെ പേരിൽ പിടിവലി നടത്തി. ഒടുക്കം ചിക്കൻ ലെഗ് പീസ് പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ എല്ല് മുറോങ്ങിന്റെ കയ്യിലും മാംസം സുവാന്റെ കയ്യിലുമാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. രണ്ടെണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി. അതിന്റെ ഇടയിൽ പെട്ടിരുന്ന പാവം ഹോങ് നന്നായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ ആ ടീം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മുന്നേ മുറോങ് സുവാനെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടൊന്നും പഠിപ്പിച്ചില്ലല്ലോ. അതിന്റെ വൈരാഗ്യത്തിന് അവന്റെ മുറിയിൽ നിന്ന് പല സാധനങ്ങളും മോഷ്ടിച്ച് അവൾ ഇവിടെ അക്കാഡമിയിൽ ആരും അറിയാതെ പുറത്തേക്ക് പോകുന്നു. അക്കാഡമിയിൽ നിന്ന് താൻ പോയത് ആരും അറിയാതിരിക്കാനായി ലീയെ അവളെ പോലെ മുടിയൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്ത് അവളുടെ ബെഡിൽ ഇരുത്തിയിട്ടാണ് അവൾ പോകുന്നത്. പക്ഷെ അത് മുറോങ് കണ്ടുപിടിക്കുന്നു. അവളാകട്ടെ ഇവിടെ നിന്ന് മുറോങ്ങിന്റേതായി മോഷ്ടിച്ച ആ സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയി വിൽക്കാണ്. അവൾ അത് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ മോഷണ മുതലുകൾ കച്ചവടം ചെയ്യുന്ന മറ്റൊരാളെ അവൾ
കാണുന്നു. അയാളുടെ കയ്യിലും ഒരു പെൻഡന്റ് ഉണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അത് കാണുന്ന അവൾക്ക് ഇതേപോലെ ഒരു പെൻഡന്റ് തന്നെയല്ലേ താൻ ഹോങ്ങിന്റേതായി കണ്ടിട്ടുള്ളത്, ഇത് ഹോങ്ങിന്റേതാണോ എന്ന ഡൗട്ട് വരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൾ ആ കുട്ടി പയ്യനെ കാണുന്നു. അവനോട് ഇവൾ എന്തുകൊണ്ടാണിപ്പോ ഇവിടെ നിൽക്കുന്നതെന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവളുടെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയില്ലല്ലോ. ഇവിടെ നിന്ന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. അതുകൊണ്ട് താൻ അത് ചെയ്തേ മടങ്ങി വരുമെന്ന് അവൾ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മുറോങ് അക്കാഡമിയിലേക്ക് തിരിച്ചെത്തുന്ന സുവാനെ സംസാരിക്കാനായി വിളിപ്പിക്കുന്നതാണ്. പക്ഷെ ആ ടീം അവന്റെ അടുത്ത് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഈ സ്ത്രീയാണ് കുട്ടിക്കാലം മുതലേ സുവാനെ വളർത്തിയിരുന്നത്. ഇവർ സുവാന്റെ ആയാണ്. അതുകൊണ്ട് തന്നെ ഈ വിൽറു സുവാനായിട്ട് വേഷം കെട്ടി നിൽക്കുന്നത് കാണുമ്പോഴേ അവർക്ക് ഇത് യഥാർത്ഥ സുവാൻ അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരാ കാര്യം മുറോങ്ങിന്റെ അടുത്ത് കൺഫേം ചെയ്യുന്നു. അങ്ങനെ സത്യങ്ങൾ ഉറപ്പായും കൺഫേം ആകുന്ന മുറോങ് അവരോട് പോകാനായി ആവശ്യപ്പെട്ട ശേഷം വിൽറുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പറ, നീ എന്തിനാ സുവാനായിട്ട് അഭിനയിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ആദ്യം അവൻ അത് വിശ്വസിക്കുന്നില്ല. ഒടുക്കം അവൾക്ക് മുറോങ്ങിനെ ചികിത്സിക്കാനായി സുവാന്റെ രക്തമെല്ലാം എടുത്ത് അവളുടെ കഥ കഴിച്ച കാര്യം പറയുന്നു. സുവാന് കുട്ടിക്കാലം മുതലേ കുറച്ച് ബുദ്ധിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അച്ഛന്റെ ഫേവറേറ്റ് ആണ് അവൾ. അതുകൊണ്ട് തന്നെ എന്തിന്റെ പേരിലും സുവാനെ വേദനിപ്പിച്ച കാര്യം തന്റെ ഹസ്ബൻഡ് ക്ഷമിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് തന്റെ മകനെ രക്ഷിക്കാനായി ഇങ്ങനെ ഒരു കള്ളക്കളി അവർക്ക് ചെയ്യേണ്ടി വന്നത്. അത് മറയ്ക്കാനായിട്ടാണ് സുവാനെ പോലെ കണ്ടാലിരിക്കുന്ന തന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യം അവൾ വെളിപ്പെടുത്തുന്നു. അവൻ അത് കേട്ട് വളരെ ഷോക്കായിരുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം സുവാൻ യാദൃശികമായി മുറോങ് ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് ചെല്ലുന്നു. അവൻ അവളെയും അവൾ അവനെയും കാണുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്നത് മനസ്സിലാക്കുന്ന അവൻ ഇപ്പോ ഇങ്ങനെ കണ്ടാൽ ആരെങ്കിലും മോശമായി എന്തെങ്കിലും കരുതിയാലോ എന്ന് കരുതി അവളെ പെട്ടെന്ന് തള്ളുകയും അവൾ ബാറ്റബിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആ സമയം അവിടേക്ക് വന്നത് അസിസ്റ്റന്റ് ആയിരുന്നു. അസിസ്റ്റന്റ് സുവാന്റെ ആയ കൊല്ലപ്പെട്ടു എന്ന വിവരം അറിയിക്കുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ സുവാനാവട്ടെ, നിങ്ങൾ അപ്പോഴേക്കും അവരെ കൊന്നോ, നിങ്ങളൊരു കൊലയാളിയായിരുന്നോ എന്നെല്ലാം ദേഷ്യപ്പെടുന്നു. കാരണം മുറോങ്ങിനെ കണ്ടു മടങ്ങുന്ന വഴിക്ക് അവർ മരിച്ചെങ്കിൽ അത് മുറോങ് തന്നെ കൊന്നതായിരിക്കുമെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ലെന്ന് അവൻ ആവർത്തിക്കുന്ന ഇതേ സമയം മുറോങ്ങിന്റെ അമ്മയ്ക്ക് മുറോങ്ങിന് സത്യങ്ങൾ മനസ്സിലായി എന്നതും മുറോങ്ങിനെ കാണാൻ പോയി മടങ്ങി വരുന്ന വഴി ആ ആയ കൊല്ലപ്പെട്ടു എന്ന ഇൻഫർമേഷനും ലഭിക്കുന്നു. അവരാകട്ടെ വിചാരിക്കുന്നത് അവൻ അറിയരുതെന്ന് കരുതിയ സത്യം അവൻ അറിഞ്ഞെങ്കിലും താൻ പ്രതീക്ഷ പോലെ വിപരീത ഫലമൊന്നും ഉണ്ടായില്ല. മുറോങ് സത്യം മറ്റാരും അറിയാതിരിക്കാനായി അവരെ കൊന്നു എന്നാണ് അവന്റെ അമ്മ കരുതുന്നത്. ഇതേ ടീം തന്റെ അമ്മയായിരിക്കുമോ ഈ കൊലപാതകത്തിന് പിന്നിൽ? സത്യം ആരും അറിയാതിരിക്കാനായി, സുവാൻ മാറിയ കാര്യം ആരും അറിയാതിരിക്കാനായി ഒക്കെ അമ്മയായിരിക്കും അവരെ കൊന്നത് എന്ന് അവനും സംശയിക്കുന്നു. സത്യത്തിൽ ആരായിരിക്കും അവരെ കൊന്നത്? എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ? ഹോങ്ങിന്റെ അച്ഛനെയാണ്. ഹോങ്ങിന്റെ ജനനത്തോടെ മരിച്ചത് അവന്റെ അമ്മയും ഇദ്ദേഹത്തിന്റെ വൈഫുമാണല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ മരണത്തിന് തന്റെ മകൻ കാരണക്കാരനാണ് എന്ന ആ ഒരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ട് ഹോങ്ങിനെ ഇദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ അനിയന്, അതായത് നമ്മുടെ ഹോങ്ങിന്റെ അച്ഛന് അങ്ങനെയല്ല. ഹോങ്ങിനെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ പഠിക്കുന്ന അക്കാഡമിയിലേക്ക് അവനെ കാണാനായി ചെല്ലുന്നു. ഹോങ്ങിന് നിരവധി സമ്മാനങ്ങളുമായിട്ടാണ് അവന്റെ അങ്കിൾ ചെന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് സുവാൻ അന്തം വിട്ട് നിൽക്കുന്നു. ഈ ഹോങ് വലിയ കുടുംബത്തിലെ അല്ലേന്ന് അവനെ പറ്റി അധികം കാര്യങ്ങളൊന്നും അറിയാത്ത അവൾ ചോദിക്കുമ്പോൾ പിന്നെ അവൻ കണ്ടാലൊരു സാധാരണക്കാരനെ പോലെ യാതൊരു ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും അവൻ വലിയ കുടുംബത്തിലെ ഒരാളാണ്. നിന്റെ ഭാഗ്യമാണ് അവനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളും ഒട്ടും മോശപ്പെട്ട ഫാമിലിയിലെ അല്ലല്ലോ എന്നെല്ലാം ലീ പറയുന്നു. ഹോങ് ആകട്ടെ പിന്നീട് അവന്റെ അങ്കിളുമായി പ്രൈവറ്റായി സംസാരിക്കുന്ന സമയം മുറോങ്ങിന്റെ അച്ഛന്റെ ഒരു മാനുവലിനെ പറ്റി സംസാരിക്കുന്നു. മുറോങ്ങിന്റെ ഫാമിലിയുടെ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ബുക്കാണത്. ആ ബുക്ക് കിട്ടണമെന്നത് ഹോങ്ങിന്റെ വലിയൊരു ലക്ഷ്യവുമാണ്. ഒരു പക്ഷെ സുവാൻ മുറോങ്ങിന്റെ അച്ഛന്റെ ഏറ്റവും തെറ്റായ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുന്ന തനിക്ക് അത് കിട്ടുമായിരിക്കുമല്ലേ എന്ന് അവൻ അങ്കിളിനോട് ചോദിക്കുമ്പോൾ അങ്കിൾ അവനെ ഒരുമാതിരി നോക്കുന്നു. ഇങ്ങനെ നോക്കാതെ, ഞാനത് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല അവളെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ ഉടനെ തിരുത്തി പറയുന്നുമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന ഈ അങ്കിൾ മുറോങ്ങിന്റെ അമ്മ ക്ഷണിച്ചത് പ്രകാരം അവരുടെ പാലസിൽ സ്റ്റേ ചെയ്യാനായി ഒരുങ്ങുന്നു. അവരുടെ അതിഥിയായാണ് ഇദ്ദേഹം അവിടെ താമസിക്കാനായി പോകുന്നത്. ഇതേ ടീം സുവാൻ ആവട്ടെ, അവൾ ആ ഒരു ചെറുകഥകളൊക്കെ എഴുതി വിറ്റ് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് കിട്ടിയ ക്യാഷിന് അവൾ എല്ലാവർക്കും സമ്മാനങ്ങൾ വാങ്ങുന്നു. ലീക്കുണ്ട് സമ്മാനം, ഒപ്പം അവളുടെ തോഴിക്കുമൊക്കെ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടിയാവട്ടെ ഇവളുടെ ഈ സ്നേഹം കണ്ട് ഇവൾ തന്നെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് തനിക്ക് ഇങ്ങനെ സമ്മാനം വാങ്ങി എന്ന കാര്യത്തിൽ വളരെ ഇമോഷണൽ ആവുന്നു. കാരണം ഇവൾ ആക്ച്വലി സുവാന്റെ ഒരു ജോലിക്കാരിയാണ്. എന്നിട്ടും എല്ലാവരും തന്നെ ഒരു ജോലിക്കാരിയായി മാത്രം കാണുന്ന രീതിയിൽ കാണാതെ തന്നെ ഒരു സുഹൃത്തായി സുവാൻ കാണുന്നല്ലോ എന്ന സന്തോഷമായിരുന്നു അത്. ഇവർക്ക് മാത്രമല്ല സമ്മാനം, മുറോങ്ങിനും ഹോങ്ങിനും ഒക്കെ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അവളെ കൊണ്ട് പറ്റുന്ന പോലെ ഹോങ്ങിന് ഒരുപാട് സമ്മാനം അവൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മുറോങ് അതൊക്കെ കണ്ട്
അവൻ ഇനി ഒന്നും കാണില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവനുള്ള സമ്മാനം അവൾ നൽകുന്നത്. അതൊരു ബുക്കായിരുന്നു. എങ്ങനെ മുൻകോപം കുറയ്ക്കാമെന്ന് ടൈറ്റിലുള്ള ആ ബുക്ക് കാണുമ്പോഴേ അവന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അത് പുറമെ കാണിക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സംഭവം മനസ്സിലാക്കുന്ന ഹോങ്, നിനക്ക് നന്നായി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അറിയാല്ലേ, എന്തിനാ വെറുതെ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കാൻ വരും, അതുകൊണ്ടാണെന്ന് അവള് പറയുന്നു. അങ്ങനെ പിന്നീടാണ് ഇവരുടെ അക്കാഡമിയിലെ സർവൈവൽ ഡ്രില്ല് നടത്താനായി പോകുന്നത്. അതിൽ ഒരേ ടീമായി മുറോങ്ങും ഹോങ്ങും നിൽക്കുന്നു. സുവാനും ലീയുമാണ് ടീമാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ടീമായി കൂടെ എന്ന് ഹോങ് ചോദിക്കുന്നു. കാരണം ഇത് കുറച്ച് റിസ്കി ആയ ഒരു ടാസ്ക് ആണ്, പരിക്കേൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സർവൈവ് ചെയ്ത് ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളായിരിക്കും ജയിക്കുക. അങ്ങനെ എന്തായാലും ആ ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടീം ലീയും സുവാനും അവരെ ആക്രമിക്കുന്ന രീതിയിൽ കുറച്ച് കറുത്ത വസ്ത്രധാരികൾ വരുന്നത് കാണുന്നു. ഇവർ പിടിക്കാൻ വരുന്നതായിരിക്കാം എന്ന പേടിയിൽ അവർ ഓടി രക്ഷപ്പെടാനായി നോക്കുന്നുണ്ടെങ്കിലും ലീ അവിടെ മറിഞ്ഞു വീഴുന്നു. ആ ടീം സുവാൻ ഒരു സാധനം എടുക്കാണ്. ഇത് സർവൈവൽ ഡ്രില്ല് തുടങ്ങുന്നതിന് മുന്നേ ഹോങ് അവളുടെ കയ്യിൽ കൊടുത്തതാണ്. എന്തെങ്കിലും അപകടം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇത് പ്രയോഗിച്ച് രക്ഷപ്പെടണമെന്ന്. അവളത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവരെ പിടിക്കാനാണെന്ന് ഇവർ കരുതിയ ആളുകൾ ഇവരെ പാസ് ചെയ്ത് ഓടി മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് തങ്ങളെ അല്ല വേണ്ടതെന്ന്. അവർ യഥാർത്ഥത്തിലെ ഈ ഒരു സർവൈവൽ ഡ്രില്ലില് പങ്കെടുക്കുന്ന ഇവരുടെ എതിരാളികളല്ല, മറിച്ച് അവർ മറ്റൊരു ഗ്യാങ് ആയിരുന്നു. അങ്ങനെ അവർ ഒന്നും ചെയ്യാതെ പോകുമ്പോൾ വളരെ സമാധാനമായി അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് സുവാനും ലീയും. രണ്ടുപേർക്കും ഇതൊന്നും വലിയ പരിചയമില്ലാത്ത കാര്യമാണ്. കാരണം ആയോധന കല കുറച്ച് അറിയുന്നവർക്ക് ഇത് നന്നായി പെർഫോം ചെയ്യാനുള്ള ആ ഒരു ത്രില്ല് വരികയുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും കുറച്ച് കറുത്ത വസ്ത്രധാരികൾ വരുന്നത് കാണുമ്പോൾ ഇവര് മുന്നത്തെ പോലെ നമ്മൾ ഒന്നും ചെയ്യാതെ പോവായിരിക്കും, നമ്മൾ പതുങ്ങിയിരുന്നാൽ മതിയെന്ന് സുവാൻ കരുതുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു അമ്പ് ജസ്റ്റ് മിസ്സിനാണ് അവളുടെ അടുത്തൂടെ പാഞ്ഞു പോകുന്നത്. അവളുടെ നെഞ്ചിൽ ഇടുത്തി വെട്ടുന്നു. എന്താണെന്ന് നോക്കുമ്പോഴേക്കും ആ കറുത്ത വസ്ത്രധാരികൾ ഇവരെ ചുറ്റിനും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ യഥാർത്ഥത്തിലെ ശത്രുക്കളാണ്. ഇവരുടെ കയ്യിൽപ്പെട്ടാൽ തങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെയെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവൾ ഹോങ് കൊടുത്ത ആ ഒരു ചെറിയ സ്ഫോടക വസ്തു ഉപയോഗിക്കാനായി തന്നെ തീരുമാനിക്കുന്നു. അതവൾ പ്രയോഗിക്കുമ്പോൾ അവിടെ ചെറിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. ആ ടീം ലീ ആ ഒരു ഷോക്കില് ബോധം കെടുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ സൗണ്ട് കേൾക്കുന്ന മുറോങ്ങിനും ഹോങ്ങിനും സുവാൻ എന്തോ ആവുന്നു. കാരണം സുവാന് ഹോങ് കൊടുത്ത ആ ഒരു സാധനത്തിന്റെ സൗണ്ട് ആണല്ലോ കേട്ടത്. അവർ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ കറുത്ത വസ്ത്രധാരികൾ സുവാനെ വളഞ്ഞു നിൽക്കുന്നതും തറയിൽ ബോധം കെട്ട് കിടക്കുന്ന ലീയുമാണ് കാണുന്നത്. ഹോങ് ഉടനെ മുറോങ്ങിനോട് സുവാനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോ, ലീയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ മുറോങ് വേഗം തന്നെ സുവാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവള് പോകാൻ കൂട്ടാക്കാത്തപ്പോ ഇവൻ വലിച്ചുകൊണ്ടോടാണ്. കാരണം അവൾ ലീയെ കണ്ടിട്ട് അവനെ എങ്ങനെ ഇട്ടിട്ട് പോകാനായി അവൾക്ക് മനസ്സ് വരുന്നില്ല. ഇതേ ടീം അവിടെയുള്ള ആളുകളെല്ലാം ഹോങ് ഒറ്റയ്ക്ക് നേരിടുന്നു. അപ്പോഴാണ് ഓടുന്ന ഇവർക്ക് നേരെ ഒരു കറുത്ത വസ്ത്രധാരി അമ്പ് ചെയ്യുന്നത്. ആ അമ്പ് മുറോങ്ങിന്റെ നെഞ്ചിൽ തുളയ്ക്കുന്നു. ഇത് കണ്ട് സുവാൻ വളരെ പേടിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് അവർ വീഴുന്നു. ആ കുഴിയാകട്ടെ ഇവരെ ഒരു ഗുഹയിലേക്കാണ് കൊണ്ടുപോയി ആക്കുന്നത്. ഇത് ഏത് സ്ഥലം എന്ന് മനസ്സിലാവാതെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മുറോങ്ങിന് അപ്പോഴും അനക്കമില്ല. സുവാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ നീ ഇങ്ങനെ മരിക്കരുത്, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൻ പതിയെ കണ്ണുകൾ തുറക്കുന്നു. അവന്റെ നെഞ്ചിൽ തുളച്ചിരുന്ന അമ്പവർ പതിയെ ഊരിയെടുക്കുന്നു. അവിടെ അങ്ങനെ അവർ ഇത് ഏത് സ്ഥലമെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ഒരു പെട്ടി സുവാന്റെ കണ്ണിൽ പെടുകയും അവൾ അത് അവിടെ മുറോങ്ങിനെ കൊണ്ടിരുത്തി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് മാറിപ്പോവുകയും ചെയ്യുന്നു. പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞാണ് അവൾ പോകുന്നത്. ഈ ടീം ആ പെട്ടി പതിയെ തുറക്കുന്ന മുറോങ്ങിന് അതിൽ നിന്ന് ഒരു പേപ്പർ കിട്ടുന്നു. ഒറ്റ നോട്ടത്തിൽ ആ പേപ്പറിൽ ഒരു എഴുത്തുക്കളും ഇല്ലെങ്കിലും അതിൽ അവന്റെ രക്തം പതിയുന്ന സമയം അതിൽ എഴുത്തുക്കൾ വരുന്നു. അത് വായിക്കുന്നവന് ഇതാണ് എല്ലാവർക്കും അറിയാത്ത എന്നാൽ എല്ലാവരും അന്വേഷിക്കുന്ന തന്റെ അച്ഛന്റെ രഹസ്യ മാനുവൽ എന്ന കാര്യം മനസ്സിലാവുന്നു. അവനത് വായിക്കുമ്പോഴേക്കും അതിലെ എല്ലാം തന്നെ ഓരോ അക്ഷരങ്ങളിൽ നിന്ന് ഒരു പവർ പോലെ മാറി അവന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. അവനത് വായിച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു പേപ്പർ തന്നെ അവന്റെ കയ്യിൽ നിന്ന് കാണാതാവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് സുവാൻ തിരിച്ചെത്തുന്നു. അവളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പച്ച മരുന്നുകളുണ്ട്. ഇതൊക്കെ മുറിവിൽ നിന്ന് രക്തം വരുന്നത് തടയാനായി സഹായിക്കുമെന്ന് പറഞ്ഞവൾ അത് അവന് വേണ്ടി അരയ്ക്കാൻ നോക്കുന്നു. ഇതേ ടീം ആ കറുത്ത വസ്ത്രധാരികളെ അടിച്ചു തോൽപ്പിച്ച ശേഷം ഹോങ് തന്റെ അസിസ്റ്റന്റിനോട് ആ മാനുവൽ ഇവിടെ എവിടെയോ ആണുള്ളത്, അത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. സത്യത്തിൽ ഹോങ് ഒരു നല്ലവനാണോ? അവന്റെ ഉള്ളിലുള്ള എന്തോ പ്രതികാരം വീട്ടാനായി അവൻ സുവാനെ കരുവാക്കുകയാണോ? ഇവൾ യഥാർത്ഥ സുവാൻ അല്ല എന്നറിഞ്ഞിട്ടും അവൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്? എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനായി ഉണ്ട്. ഇതേസമയം ആ പച്ചമരുന്നുകൾ തന്റെ നെഞ്ചിലേക്ക് വെച്ചു തരാൻ വരുന്ന സുവാനെ മുറോങ് തടയുന്നു. ആ ടീം മുറോങ് അവളെ തടുക്കാനായി നോക്കുന്നു. അവൾ അത് വെച്ചു കൊടുക്കാനായി ബലം പിടിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒന്ന് ക്ലോസ് ആവുന്ന രീതിയിൽ ആ ടീം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുറോങ്ങിന്റെ സഹോദരിയായി മറ്റുള്ളവരുടെ മുന്നിൽ സുവാൻ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ യഥാർത്ഥത്തിൽ ഇവന്റെ സഹോദരി അല്ലല്ലോ, വിൽറു എന്ന മറ്റൊരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് ഇവർക്കിടയിലും ഒരു കെമിസ്ട്രി ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ബൈ ദ വേ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടം? സുവാനെയും ഹോങ്ങിനെയും ആണോ
അതോ സുവാനെയും മുറോങ്ങിനെയുമാണ്? കമന്റ് ഇടാൻ മറക്കല്ലേ. അങ്ങനെ മുറോങ്ങിന് പച്ചമരുന്ന് വെച്ചുകൊടുത്ത് തന്റെ വസ്ത്രത്തിൽ നിന്ന് കുറച്ച് കീറി അവന്റെ മുറിവിൽ കെട്ടിവെച്ച് അവൾ കൊടുക്കുന്നു. അവന് വളരെ കാര്യമായി അവൾ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മുറോങ്ങിനെയും സുവാനെയും കാണാനില്ല എന്ന വാർത്ത പടരുന്നു. ഈ ടീം ക്യൂവും അവളുടെ ഒരു സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യൂ ആണ് മുന്നേ സുവാനെ ആക്രമിക്കാനായി ഈ ഒരു സർവൈവൽ ഡ്രില്ലിന്റെ ഭാഗമായി എതിരാളികൾ വരുന്നത് പോലെ കുറച്ച് ആളുകളെ വേഷം കെട്ടി മനഃപൂർവ്വം സുവാന്റെ അടുത്തേക്ക് വിട്ടതെന്ന്. എന്തായാലും ഈ സമയം ക്യൂവിന്റെ കൂട്ടുകാരിക്ക് മുറോങ്ങിനോട് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുറോങ്ങിനെയും കൂടി ചേർത്താണ് കാണാതായത് എന്നറിയുമ്പോൾ അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. നീ വിട്ട ആളുകൾ മുറോങ്ങിനെ വല്ലതും ചെയ്തു കാണുമോ എന്ന് അവൾ ക്യൂവിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മുറോങ്ങിനെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞ് അവന്റെ അമ്മയ്ക്ക് ആകെ ആദ്യ കയറുന്നു. അറിയാലോ, മകനെ രക്ഷിക്കാനായി ഇത്ര വലിയ ഒരു കുറ്റമാണല്ലേ ഈ അമ്മ ചെയ്തത്. മറ്റൊരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു കാര്യമായിരുന്നു അവർ അന്ന് ചെയ്തത്. എന്തായാലും ഇതേ ടീം ആ ഗുഹയ്ക്കകത്ത് മുറോങ്ങ പതിയെ മയക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവന്റെ സ്വപ്നത്തിൽ നല്ല മഞ്ഞുള്ള ഒരു സ്ഥലത്ത് അവൻ വയ്യാതെ കിടക്കുന്നതും അവന്റെ അടുത്തേക്ക് സുവാൻ എത്തുന്നതും അവളുടെ കൈ പിടിച്ച് പതിയെ അവൻ എഴുന്നേറ്റ് വളരെ സന്തോഷവാനായി നിൽക്കുന്നതും തുടർന്ന് അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾ മറഞ്ഞു പോകുന്നതും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും സുവാനെ കാണുമ്പോൾ ദേഷ്യം മാത്രം വരാറുള്ള മുറോങ്ങിന് എന്തുകൊണ്ട് തനിക്ക് ഇപ്പോൾ അവളോട് ഒരു സന്തോഷവും സ്നേഹവും തോന്നുന്നു എന്ന ഒരു ഡൗട്ട് വന്ന് അവൻ ആ സ്വപ്നത്തിൽ നിന്ന് പതിയെ ഉണരാണ്. മുന്നിൽ അവൾ നിൽപ്പുണ്ട്. ഇവന് നല്ല പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവന്റെ അടുത്ത് നിന്ന് മാറാതെ വളരെ കെയറോടുകൂടി നോക്കി. കൂടാതെ അവൻ വളരെ വീക്കാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവളുടെ കയ്യിൽ എപ്പോഴും അവൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കരുതാറുണ്ട്. ഇത്തവണ ഉള്ളത് ഒരു റൊട്ടിയാണ്. അത് എടുത്തു കൊടുക്കുന്നു. നീ കഴിച്ചോന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് അവൾ പറയുമ്പോൾ സത്യത്തിൽ അവൾ അത് കഴിച്ചിട്ടില്ലായിരുന്നു. അവന് വേണ്ടി അവളുടെ വിശപ്പ് മാറ്റിവെച്ച് അവൾ അത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായി ഇത് ഉപയോഗിച്ചാലോ എന്ന് അവൾ മുന്നേ ഉപയോഗിച്ച അതേ സ്ഫോടക വസ്തു പോലെയുള്ള ഒന്നെടുക്കുന്നു. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല അല്ലെ, ആരെങ്കിലും ശബ്ദം കേട്ടെങ്കിലും വന്നാലോ എന്ന് അവൾ പറയുമ്പോൾ നീ ഉപയോഗിച്ച് നോക്ക്, വർക്കായില്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്ന ടീം എന്റെ കയ്യിലുള്ളത് ഞാൻ മുന്നേ ഉപയോഗിച്ചില്ലേ, ഇത് നിങ്ങളുടെ കയ്യിലുള്ളതാണെന്ന് അവള് പറയുമ്പോൾ നീ അപ്പോഴും പോക്കറ്റ് അടിച്ചല്ലേ, ഞാൻ മയക്കാറുന്ന സമയത്ത് നീ എന്തൊക്കെ അടിച്ചു മാറ്റിയെന്ന് അവൻ അവളെ കളിയാക്കുന്നു. അങ്ങനെ എന്തായാലും അവൾ അത് ഉപയോഗിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗുഹയുടെ ഒരു വഴി വിസിബിൾ ആവുകയും ചെയ്യുന്നു. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ രണ്ടുപേരും പതിയെ പുറത്തേക്ക് കടക്കുന്നു. മുറോങ്ങിന് മുന്നേ നന്നായി പരിക്കേറ്റത് കൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് ആരോഗ്യമൊന്നും വീണ്ടും കിട്ടിയിട്ടില്ല. പതുക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. അവർ തിരിച്ച് അക്കാഡമിയിലേക്ക് വരുന്നു. വന്നതിനു ശേഷം സുവാൻ ആലോചിക്കുന്നത് മുഴുവൻ മുറോങ്ങിനെ പറ്റിയാണ്. ആ ഒരു ഗുഹയിൽ അവന്റെ കൂടെ പെട്ടുകിടന്ന സമയം അവൻ അടുത്തുണ്ടായിരുന്നപ്പോഴെല്ലാം എന്തുകൊണ്ട് തന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടി, എന്തുകൊണ്ടായിരിക്കും ഒരു സ്പെഷ്യൽ ഫീലിംഗ് തനിക്ക് വന്നത്, അവനെ താൻ ഇഷ്ടപ്പെടുകയാണോ? അത് ശരിയാവില്ലെന്നെല്ലാം അവൾ അവളെ തന്നെ തിരുത്തുന്നു. അങ്ങനെ അവൾ അവിടെ ഉള്ളപ്പോ അവളെ കാണാനായി ലീയും തോഴിയും ഒക്കെ എത്തുന്നുണ്ട്. രണ്ടുപേരും അവളെ കാണാതായപ്പോ വല്ലാതെ ഭയപ്പെട്ടു എന്ന കാര്യം പറയുന്നു. തോഴിയാകട്ടെ അവളുടെ കൂടെ ഒന്നിച്ചൊരു ടീമായി നിന്നിട്ടും ഒരു ആപത്ത് വന്നപ്പോ അവളെ ഒന്നും സഹായിക്കാനായി കഴിഞ്ഞില്ലല്ലോ, ബോധം പോയല്ലോ എന്ന കാര്യം പറഞ്ഞ് ആകെ സങ്കടം വരുമ്പോ അവളാണ് അവനെ സമാധാനിപ്പിക്കുന്നത്. അതൊന്നും സാരയില്ല എന്ന് പറഞ്ഞു. ഈ സമയം അവളെ കാണാനായി എത്തുന്ന ഹോങ് അവളുടെ കയ്യിൽ ഒരു ചെറിയ മുറിവ് കാണുകയും അതിന് മരുന്ന് കൊടുത്ത് ഞാൻ പുരട്ടിത്തരാമെന്ന് പറയുമ്പോൾ അവള് വേണ്ട, കുഞ്ഞു മുറിവല്ലേ, ഞാൻ വെച്ചോളാം എന്ന് പറയുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഇതേ സമയം വേ സ്ഥിരമായി ഒരു മുഖം മറച്ചിരിക്കുന്ന ആളിനെ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായി കാണാറുണ്ടല്ലോ. ഇയാളാണ് വേയെ ആ വിഷം ഏൽപ്പിച്ചതും കൂടാതെ ആ ഒരു വിഷം കഴിച്ച് വേയ്ക്ക് തന്നെ അപകടം പറ്റുന്ന അവസ്ഥയായപ്പോ അവൻ അതിന്റെ ആന്റിഡോസ് നൽകിയതുമൊക്കെ. ഇപ്പോഴേ അയാൾ ആ ഒരു മാസ്ക് മാറ്റി മുഖം വ്യക്തമാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മറ്റാരുമല്ല, ഹോങ്ങിന്റെ ആ ഒരു അങ്കിള് തന്നെയാണ്. ഇയാൾ നല്ല ഒരാളാണ്, ഹോങ്ങിനോട് വളരെ സ്നേഹവും കരുതലുമുള്ള ഒരാളാണ് എന്നൊക്കെയാണ് മുന്നേ ഇയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയപ്പോ തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല, ഇയാളും വേയും കൂടി ചേർന്നാണ് ഈ കൊനിഷ്ഠ എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത്. മുറോങ്ങിനെയും ഹോങ്ങിനെയും കൊല്ലേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്. അവരുടെ ഭാവി ജീവിതത്തിന് അധികാരം പിടിച്ചടക്കലിന് ഒക്കെയായി ഇവർ വീണ്ടും മുറോങ്ങിനെയും ഹോങ്ങിനെയും കൊല്ലാനായുള്ള ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. ഇതേ ടീം മുറോങ്ങിന്റെ അച്ഛനാകട്ടെ തപസ് അനുഷ്ഠിക്കാനായി പോയിരിക്കായിരുന്നു. അറിയാലോ, ഇതൊരു ഫാന്റസി ഡ്രാമയാണ്, ഒപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയും. അതായത് പണ്ട് കാലത്തെ രാജഭരണമൊക്കെ നടന്നിരുന്ന ആ ഒരു കാലത്തെ കഥ. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് അസുരന്മാര്, ദേവന്മാര് എന്നിങ്ങനെ നമ്മൾ ഓരോ പുരാണ കഥകളൊക്കെ കേട്ടിട്ടില്ലേ? ദിവ്യശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അങ്ങനെ കുറെ നാളത്തെ കഠിന തപസ്സിന് ശേഷം തിരിച്ച് മുറോങ്ങിന്റെ അച്ഛൻ എത്തുന്നു എന്ന വാർത്ത അറിയുമ്പോൾ തന്നെ സുവാന് നല്ല പേടിയാവുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പൊന്നോമന മകളായിരുന്നു യഥാർത്ഥത്തിലെ സുവാൻ. അവൾക്ക് ബുദ്ധിക്ക് ലേശം പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ അവള് വളരെ വലിയ ഒരു പെറ്റായിരുന്നു. അപ്പോ അവളുടെ സ്ഥാനത്ത് ആൾമാറാട്ടം നടത്തി നിൽക്കുന്ന തന്നെ അദ്ദേഹം എളുപ്പം കണ്ടുപിടിക്കുമോ? തന്നെ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയായ മുറോങ്ങിന്റെ അമ്മയുടെ കള്ളക്കളികളും പുറത്താവും. അവരെങ്ങനെ അത് തടുക്കും, എങ്ങനെ തന്നെ സേവ് ചെയ്യും എന്നതിൽ അവൾ ടെൻഷനായിരിക്കുമ്പോഴാണ്
മുറോങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്റെ അച്ഛൻ വന്നു നിന്നെ കാണാനായി വിളിപ്പിക്കുന്നു എന്ന കാര്യം പറയുമ്പോൾ ഇവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ മുറോങ് മുന്നത്തെ പോലെയല്ല, സുവാനോട് കുറച്ചുകൂടെ കാര്യമായ രീതിയിലാണ് അന്നത്തെ ആ ഗുഹയുടെ സംഭവത്തിന് ശേഷം അവളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ മുറോങ്ങിന്റെ അച്ഛന്റെ മുന്നിൽ സുവാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അവളെ കണ്ടുപിടിക്കാനാവുന്നില്ല. അവൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നതായൊന്നും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. ഇതേ ടീം മുറോങ്ങിന്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഉള്ള ഈ സ്ഥലത്ത് നമ്മുടെ ക്യൂവും ഉണ്ട്. സുവാൻ ഇപ്പൊ പഴയ ആളൊന്നും അല്ല, വളരെ മാറിപ്പോയി. ഇപ്പൊ ഉരുളക്കുപ്പേര് പോലെ മറുപടിയൊക്കെ പറയുന്നുണ്ട്, നാക്കിന് നീളം കൂടിയിട്ടുണ്ട് എന്നെല്ലാം കുറ്റം പറയുമ്പോ ഓൾറെഡി നീ ഒരു വട്ടം അവളെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനായി നോക്കി, ഇനി നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്നെല്ലാം അത് കേൾക്കുമ്പോൾ ലീ അവളോട് ദേഷ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹോങ് ഉൾപ്പെടെ എല്ലാവരും സുവാനെ സപ്പോർട്ട് ചെയ്ത് സുവാൻ ക്യൂ പറയുന്ന പോലെ അങ്ങനെ ഒരു ഫേക്ക് ആണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ തെളിവുണ്ടായിട്ടാ ഈ പറയുന്നതെന്നും പറഞ്ഞ് അവൾ ഒരു ബോഡി അങ്ങോട്ടേക്ക് കുറച്ച് ആളുകളുടെ സഹായത്തോടെ കൊണ്ടുവരിക്കുന്നു. യഥാർത്ഥ സുവാനെ കൊന്നാണ് ഈ ആൾമാറാട്ടക്കാരി ഇവിടെ വന്ന് നിൽക്കുന്നത്. അതെനിക്കൊരു രഹസ്യ വിവരം കിട്ടിയതാ. ഇതാണ് യഥാർത്ഥ സുവാന്റെ മൃതദേഹം എന്ന് പറയുന്നു. ആ മൃതദേഹത്തിന് തീ കത്തിയതുപോലെയുള്ള യാതൊരു കേടുപാടുകളും ഇല്ല. പക്ഷെ മുഖം ആകെ അഴുകി നശിച്ച ഒരു നിലയിലാണ് ഉള്ളത്. മുറോങ്ങിനും അവന്റെ അമ്മയ്ക്കും ഒക്കെ അറിയാലോ യഥാർത്ഥ സുവാന്റെ ശരീരം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് അന്നത്തെ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യൂ കെട്ടിച്ചമച്ചതാണെന്ന് മുറോങ്ങിന് വ്യക്തമാവുന്നു. എന്തു തന്നെയാണെങ്കിലും ഇതൊന്നും മുറോങ്ങിന്റെ അച്ഛൻ വിശ്വസിക്കുന്ന മട്ടില്ല. കാരണം നമ്മുടെ സുവാൻ അവിടെ അത്രയ്ക്ക് തകർത്ത് കരഞ്ഞൊക്കെ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം മകളെ ചേർത്ത് പിടിച്ച് എല്ലാവരോടും ഇനി മേലാൽ ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞു പോകരുത് എന്ന താക്കീത് കൊടുക്കുന്നു. അതിനുശേഷം ഫാമിലിയുടെ ഒപ്പം അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്യാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഹോങ്ങുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹോങ്ങിന്റെയും സുവാന്റെയും കല്യാണക്കാര്യം അച്ഛൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന മുറോങ്ങിന്റെ മുഖഭാവം മാറുന്നു. അവനിപ്പോ സുവാനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനത് കേട്ടപ്പോ അപ്സെറ്റ് ആയത്. ഇതേ ടീം ഹോങ് ആകട്ടെ കല്യാണം ഇനി 2 വർഷം കഴിഞ്ഞു മതി എന്ന രീതിയിലാണ് നിലപാടെടുക്കുന്നത്. അതിനോട് അച്ഛനും യോജിക്കുന്നു. അച്ഛൻ സുവാനോട് വളരെ കാര്യമായി തന്നെ പെരുമാറുന്നു, വളരെ സ്നേഹമായി. അവളും സ്വന്തമായി ഒരു അച്ഛനെ കിട്ടിയ അതേ സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തോട് തിരിച്ചും പെരുമാറുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു ലൈബ്രറിയിലേക്ക് കടക്കുന്ന അവളുടെ സ്ഥിരം സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നു. അവൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ കിട്ടിയാൽ അത് മോഷ്ടിച്ച് മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു ജാർ അവള് എടുക്കാനായി നോക്കുന്നു, അതുകൊണ്ട് മോഷ്ടിച്ച് മറച്ചു വെക്കാനായി. പക്ഷെ അവൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. അതിനു പകരം അതൊരു കീ പോലെ തിരിഞ്ഞ് അവിടെ ഒരു രഹസ്യ അറ തുറന്നു വരാണ്. അറയിലേക്ക് കടക്കുന്ന അവൾ അവിടെ നിന്ന് ഒരു കാര്യം കണ്ടെടുക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് സുവാന്റെ അമ്മയ്ക്ക് ഒരു സഹോദരിയുണ്ട്, ആ സഹോദരി ഒരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു പോയതാണ്, അവർക്കൊരു മകളുണ്ടായിരുന്നു എന്നിങ്ങനെയാണ്. ഇത് വായിക്കുമ്പോൾ അവൾക്കൊരു ഡൗട്ട്, സുവാനെ പോലെ ഇരിക്കുന്ന താൻ സുവാന്റെ അമ്മയുടെ സഹോദരിയുടെ മകളായിരിക്കുമോ, ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ആ കുട്ടി താൻ ആയിരിക്കുമോ എന്ന്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. അവൾ അങ്ങനെ അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് വരുമ്പോൾ അവളെ മുറോങ് കാണുന്നു. എന്റെ അച്ഛനുമായി നീ നല്ല ക്ലോസ് ആയിട്ടുണ്ടല്ലോ, എന്താ ഭാവം, ഇവിടെ എന്റെ സഹോദരിയായി തന്നെ ജീവിക്കാനായിട്ടാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, എന്താ ജീവിച്ചാല്, ഇവിടെ ആവുമ്പോ എനിക്ക് വസ്ത്രത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ടല്ലോ, മറ്റേതാകുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തണ്ടേന്ന് അവള് പറയുമ്പോ ഇവൾ തന്റെ സഹോദരി ആവുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത മുറോങ് അത് ഇഷ്ടപ്പെടാത്തതുപോലെ നിൽക്കുമ്പോ വാ നമുക്കൊന്ന് പുറത്തു പോകാന്ന് അവള് പറയുന്നു. ഞാനങ്ങൊന്നും എന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നീ നോക്കുമ്പോഴാണ് അവിടേക്ക് മുറോങ്ങിന്റെ അസിസ്റ്റന്റ് ഒരാളെ കൂട്ടി വരുന്നത്. മുറോങ്ങിന്റെ രക്തത്തില് മുന്നേ വിഷാംശം ഉള്ളതായി നമ്മൾ കണ്ടിരുന്നില്ല. അതങ്ങനെ ചുമ്മാതെ വന്നതല്ല, മനഃപൂർവ്വം ഒരു വിഷം കലക്കി കൊടുത്ത് അത് രക്തത്തിൽ പടർത്തിയതാണ്. അത് ആരാണ് ചെയ്തതെന്ന അന്വേഷണത്തിലായിരുന്നു മുറോങ്ങും അസിസ്റ്റന്റും. ഇപ്പോഴേ അതുമായി ബന്ധപ്പെട്ട ഒരാളെയാണ് അസിസ്റ്റന്റ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അവനോട് ചോദ്യം ചെയ്യുമ്പോൾ അവനൊന്നും വിട്ടു പറയുന്നില്ല, കൊന്നാലും പറയില്ല എന്ന ഭാവത്തിൽ അവൻ ഇരിക്കുമ്പോൾ ഇത് കാണുന്ന സുവാൻ ഞാൻ ഇവനെ കൊണ്ട് പറയിപ്പിച്ച എന്റെ കൂടെ പുറത്തു വരുമോ എന്ന് മുറോങ്ങിനോട് ചോദിച്ച് അവൻ വരാമെന്ന് പറയുമ്പോൾ ആ പിടിച്ചോണ്ട് വന്ന ആളിന്റെ മുതുകിൽ അവൾ എന്തോ ചെയ്യുന്നു. ഉടനടി അവൻ ചിരിക്കാൻ തുടങ്ങാണ്. വെറും ചിരിയല്ല, ഒരു 1.5 നോൺ സ്റ്റോപ്പ് ചിരി. ചിരിച്ചൊടുക്കും. അവന്റെ തന്നെ വാകഴയ്ക്കുമ്പോ അവൻ ഇതെല്ലാം വേയുടെ പണിയാണെന്ന് അറിയാതെ പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ മുറോങ്ങിനോട് പ്രത്യക്ഷത്തിൽ വേ ശത്രുതയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ വേ ശത്രുവായിട്ടാണ് കാണുന്നതെന്ന് മുറോങ്ങിന് ഇതിലൂടെ മനസ്സിലാവുന്നു. എന്തായാലും ഇതോടെ സുവാനോട് പറഞ്ഞതുപോലെ അവളുടെ കൂടെ അവന് പുറത്തു പോകേണ്ടി വരുന്നു. ഇതേ ടീം അച്ഛൻ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ വേ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ആ മാനുവൽ തരുന്നതിനെ പറ്റി ചോദിക്കുന്നു. അച്ഛന്റെ ആ മാനുവൽ എനിക്ക് തന്നാൽ എനിക്കത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ശക്തനാകാമായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ നീ അതിനുള്ള യോഗ്യതയൊന്നും നേടിയിട്ടില്ല, നീ ഇപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, യോഗ്യത വരുമ്പോൾ അത് തരാമെന്ന രീതിയിൽ അച്ഛൻ അവനോട് സംസാരിക്കുന്ന ഇതേ സമയം ആ ഗുഹയിൽ പെട്ട് തിരിച്ചു വന്നതിന് ശേഷം മുറോങ്ങിന്റെ ശക്തിയിലൊക്കെ നല്ല മാറ്റമുണ്ടല്ലോ. പെട്ടെന്ന് അവന്റെ ശരീരത്തെ മുറിവുകളെല്ലാം ഉണങ്ങുന്നുണ്ട്. അവൻ കൂടുതൽ ശക്തനായതുപോലെ അവന്റെ മൂവ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെന്നില്ല ഹോങ്ങും ചിന്തിക്കുന്നു. ഹോങ്ങിന് അറിയില്ലല്ലോ ആ ഒരു എല്ലാവരും അന്വേഷിക്കുന്ന ആ രഹസ്യ മാനുവൽ മുറോങ്ങിന് കിട്ടിയെന്നും അവൻ അത് വായിച്ചു എന്നതും. അങ്ങനെ ഇവർ പുറത്തേക്ക് പോകുന്ന ഇതേ സമയം ഇവരുടെ കൂടെ ഹോങ്ങും കൂടുന്നു. അങ്ങനെ 3 പേരും കൂടി ഫുഡ് കഴിക്കാനായി ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അവിടെ ഇപ്പൊ വരാന്ന് പറഞ്ഞ മുറോങ്ങും ഹോങ്ങും പുറത്തേക്ക് പോകുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ 2 പേരുടെയും കയ്യിൽ
മുറിയിൽ നിറയെ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ സുവാനു വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ്. രണ്ടുപേരും അവളുടെ ഇരുവശങ്ങളിലായിരുന്ന് അവൾക്ക് മത്സരിച്ച് സമ്മാനങ്ങൾ നൽകുന്നു. ഇവരെന്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ അന്തം വിടുന്നുണ്ട്. കൂടാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും രണ്ടുപേരും മത്സരിച്ച് അവൾക്ക് വിളമ്പി കൊടുക്കുകയാണ്. രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലാണല്ലോ പെരുമാറുന്നത് എന്ന് അവൾ അന്തം വിട്ടിരിക്കുന്ന ഇതേ സമയം രണ്ടുപേർക്കും അവളോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത്. ഹോങ്ങിന്റെ ഇഷ്ടം പിന്നെ അവൾക്ക് മനസ്സിലാക്കാം, കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ മുറോങ്ങിനും അങ്ങനെ ഉണ്ടെന്ന് അവൾ ചിന്തിക്കുന്നേയില്ല. അങ്ങനെ വൈൻ കുടിച്ച് ആകെ മയക്കത്തിലേക്കാകുന്ന സുവാനെ ആര് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന കാര്യത്തിലും ഇവർ തമ്മില് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഒടുക്കം മുറോങ്ങാണ് അവളെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നത്. ആ ടീം അവൾക്ക് തീരെ ബോധമില്ലാതെ അവൾ അവിടെ അങ്ങനെ നിൽക്കുന്നു. പിന്നീട് അടുത്ത ദിവസം നേരം വെളുത്തു കഴിയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ എന്താണ്, താൻ എങ്ങനെ ഇവിടേക്ക് തിരിച്ചു വന്നു എന്ന കാര്യങ്ങൾ അവൾ ആലോചിക്കുന്നത്. അപ്പോൾ മുന്നേ നടന്ന കാര്യം ഓർമ്മ വരുന്ന അവൾ അങ്ങനെ നടന്നിട്ടുണ്ടാവോ, താൻ അങ്ങനെ ചെയ്തെങ്കിൽ മുറോങ് എപ്പോഴേ തന്നെ കൊന്നേനെ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. കാരണം മുറോങ്ങിന്റെ കണ്ണിൽ താൻ വലിയ ശത്രുവാണെന്ന് അവൾക്കറിയാലോ. അവൾ അതുകൊണ്ട് തന്നെ ഇത് നടന്നോ ഇല്ലയോ എന്ന് ഓർമ്മയില്ലാത്തത് കൊണ്ട് മുറോങ്ങിന്റെ മുന്നിലേക്ക് പോവാതിരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചെന്ന് പെടുന്നത് അവന്റെ മുന്നിൽ തന്നെയാണ്. അങ്ങനെ ഇവർ ഇപ്പോഴുള്ള ഇവരുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അക്കാഡമിയിലേക്ക് പോകാനായി യാത്ര തിരിക്കുന്നു. വഴിമധ്യേ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. മുറോങ് ആ പെൺകുട്ടിയെ പോയി രക്ഷിക്കുന്ന സമയം അവൾ അവനോട് നന്ദി പറയുന്നുണ്ടെങ്കിലും ഇത് മുറോങ് ആണ് എന്നത് അവൾക്ക് മനസ്സിലായിരുന്നില്ല. സുവാൻ മുറോങ്ങിന്റെ പേര് വിളിച്ച് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് അത് മനസ്സിലാവുന്നത്. ആ ടീം അവൾ ഞാൻ ഹോങ്ങിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞവനെ പരിചയപ്പെടുന്നു. ആ ടീം സുവാനെയും അവിടെ കാണുന്ന അവൾക്ക് ഇതാണ് ഹോങ്ങുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന തന്റെ ഫ്യൂച്ചർ ഏട്ടത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ ആ കാര്യം പറഞ്ഞ് സുവാനോട് ഓരോ തമാശകളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന മുറോങ്ങിന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാറുന്നു. ഹോങ് സുവാനെ കല്യാണം കഴിക്കുന്നത് മുറോങ്ങിന് ഇപ്പോ ആലോചിക്കാൻ പോലും വയ്യ. കുടുംബത്തിലെ കാരണവർ തമ്മിൽ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ തലമുറയിലെ ആളുകളൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വലിയ പരിചയമില്ല. പക്ഷേ മുറോങ്ങും ഹോങ്ങും അക്കാഡമിയിൽ ഒന്നിച്ച് പഠിച്ചവരായതുകൊണ്ട് അവർക്ക് തമ്മിൽ നല്ല പരിചയമാണെങ്കിലും ആദ്യമായാണ് ഹോങ്ങിന്റെ സഹോദരി മുറോങ്ങിനെയൊക്കെ കാണുന്നത്. പിന്നീട് മുറോങ് ആകട്ടെ വേയെ ഒരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുന്നു. അവനൊരു രഹസ്യ കത്ത് അവന്റെ അസിസ്റ്റന്റ് വഴി വേറെ ആരോ കൊടുത്തതുപോലെ കൈകളിലേക്ക് എത്തിച്ചാണ് അവൻ അവിടേക്ക് വരുത്തിയത്. അവിടെ എത്തുമ്പോഴാണ് മുറോങ് ആണ് തന്നെ വരുത്തിയതെന്ന കാര്യം വേയ്ക്ക് മനസ്സിലാവുന്നത്. അവിടെ വെച്ച് വേയെ മുറോങ് ആക്രമിക്കുകയാണ്. മുറോങ് തനിക്ക് നേരെ വാളെടുക്കുമെന്ന് വേ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അവനും തിരിച്ചാക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ വേയുടെ വാള് രണ്ട് തുണ്ടാക്കാനായി മുറോങ്ങിന് സാധിക്കുന്നു. വേണമെങ്കിൽ തന്നെ കൊല്ലാൻ നോക്കുന്നതിന് വേണമെങ്കിൽ വേയെ കൊല്ലാമായിരുന്നിട്ടും മുറോങ് അത് ചെയ്യാതെ അവനൊരു താക്കീത് പോലെ അവനെ അതിൽ തോൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സുവാനും ഹോങ്ങിന്റെ സഹോദരിയായ യാനും സംസാരിക്കുന്നതാണ്. ആ ടീം തനിക്ക് മുറോങ്ങിനെ ഇഷ്ടമായി തന്നെ ആ കാര്യത്തിൽ എല്ലാ രീതിയിലും സുവാൻ സഹായിക്കണമെന്നുമെല്ലാം യാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് മുറോങ് വരുന്നു. അത് യാൻ കാണുന്നില്ലെങ്കിലും സുവാൻ കാണുന്നുണ്ടായിരുന്നു. അവൾ മുറോങ് കേൾക്കുന്ന രീതിയിൽ നിനക്ക് മുറോങ്ങിനെ ഇഷ്ടമാണെങ്കിൽ എന്റെ എല്ലാവിധ സഹായങ്ങളും അതിനായിട്ട് കാണുമെന്നെല്ലാം അവൻ കേൾക്കാനായി തന്നെ പറയുന്നു. അത് കേൾക്കുന്നവന് ദേഷ്യമെന്ന് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ പിന്നീട് യാനിന്റെ അടുത്ത് നിന്ന് സുവാൻ മാറുന്ന ടീം അവൻ അവളെ ബലമായി പിടിച്ചു നിർത്തി നീ ഇത് എന്തുദ്ദേശത്തിലാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിനക്കറിയാമോ? ഇല്ലല്ലോ, നീ എന്ത് വിചാരിച്ചോണ്ട് ഈ പറയുന്നത് എന്നെല്ലാം അവളോട് ദേഷ്യപ്പെടുന്നു. എന്താ ഈ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് അവള് പറയുമ്പോഴേക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവൻ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ തുറന്നു പറയുന്നു. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് അവള് പറയുമ്പോ അവൻ അവളെ കിസ് ചെയ്യുന്നു. പെട്ടെന്ന് അവള് ഒരു നിമിഷം അവനെ കിസ് ചെയ്യുന്നുണ്ട്. കാരണം അവൾക്കും ഇടയ്ക്കൊക്കെ ഇവനോട് ഫീലിങ്സ് തോന്നുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് റിയലൈസേഷൻ വരുന്നവൾ അവനെ തട്ടി മാറ്റുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്, എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ഹോങ്ങുമായിട്ടാണ്, അതുകൊണ്ട് ഇത് ശരിയാവില്ലെന്ന് അവൾ പറയുമ്പോ ഞാൻ നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛനോട് തുറന്നു പറയാം, അപ്പൊ നീ ഫ്രീ ആകുമല്ലോ, എനിക്ക് അപ്പൊ നിന്നെ വിവാഹം കഴിക്കാമല്ലോ എന്ന് അവൻ പറയുമ്പോ ഇത് വിഡ്ഢിത്തരമാണ്. എന്നെ പറ്റിയുള്ള കാര്യങ്ങള് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് അവള് പറയുമ്പോ നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒന്നെങ്കിൽ എന്റെ അമ്മ അല്ലെങ്കിൽ വേ ഇവരിൽ ആരെങ്കിലും നിന്നെ അപായപ്പെടുത്താൻ നോക്കും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവൾ അതിനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് തോഴിയെത്തി മുറോങ്ങിനെ അച്ഛൻ അത്യാവശ്യമായി വിളിക്കുന്നു എന്ന വാർത്ത പറയുന്നത്. മറ്റൊന്നുമല്ല, മുറോങ്ങിന്റെ ഒക്കെ അക്കാഡമിയിൽ പഠിക്കുന്ന ലീ എന്ന പയ്യനില്ലേ, നമ്മുടെ സുവാന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, അവന്റെ കുടുംബത്തെ ഒന്നടങ്കം ആക്രമിച്ച് ഇവൻ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരാണ് ആക്രമണം നടത്തിയത് എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് പർപ്പസ്ഫുള്ളി ആരോ എന്തിനോ വേണ്ടി ചെയ്ത കാര്യമാണ്. അത് മനസ്സിലാക്കുന്ന മുറോങ്ങിന്റെ അച്ഛൻ വേഗം സഭ കൂടി ആരാണ് കൊലയാളി എന്ന് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതേ ടീം മുറോങ്ങിന്റെ അച്ഛന് സത്യത്തിൽ വയ്യ, പക്ഷെ അദ്ദേഹത്തിന്റെ വയ്യാഴിക അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മാത്രമേ അറിയൂ. ആ ഒരു സീക്രട്ട് മാനുവൽ ഉണ്ടല്ലോ, അത് രഹസ്യമായി പ്രാക്ടീസ് ചെയ്തത് മൂലമാണ് ഇദ്ദേഹം ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അത് വളരെ പവർഫുൾ ആയ ലോകത്തെ വലിയ രഹസ്യങ്ങൾ, മന്ത്രശക്തികൾ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ ആരോഗ്യം
പതിയെ പതിയെ ക്ഷയിക്കുമെന്നതാണ് വിശ്വാസം. വലിയ ആളാകാൻ കഴിയുമെന്ന കാരണം കൊണ്ട് മറ്റുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോലെ മോശമാകാതിരിക്കാനായിട്ടാണ് മുറോങ്ങിന്റെ അച്ഛൻ അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉള്ള കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല. എന്തായാലും അതോടെ മുറോങ്ങിന്റെ അച്ഛനും പതിയെ മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം അലങ്കരിച്ചിരുന്ന ചീഫ് സ്ഥാനത്തേക്ക് ആരെത്തണം എന്ന കാര്യത്തിൽ തർക്കം നടക്കുന്നു. മുറോങ്ങിന്റെ അമ്മയ്ക്ക് ഒബ്വിയസ്ലി മുറോങ് ആകണം എന്നതാണ് ആഗ്രഹം. പക്ഷെ മറ്റൊരു വിഭാഗം മുറോങ്ങിന്റെ അച്ഛന്റെ സഹോദരന് വേണ്ടി സംസാരിക്കുന്നു. ഇതേ ടീം മുറോങ്ങിന്റെ അച്ഛന്റെ മൃതദേഹം പോലും കാണിക്കാതെ സുവാനെ തോഴിയുടെ സഹായത്തോടെ പൂട്ടിയിട്ടിരിക്കുകയാണ് മുറോങ്ങിന്റെ അമ്മ. അവൾ തോഴിയോട് തന്നെ തുറന്നുവിടാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ കേൾക്കാത്തപ്പോൾ അവൾ വളരെ സങ്കടപ്പെട്ട് കരയാണ്. അദ്ദേഹം എന്റെ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ പോലും വളരെ കാര്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് പെരുമാറിയിരുന്നു. ഒരു അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത എനിക്ക് അത് വലിയ കാര്യമായിരുന്നു. ആ അദ്ദേഹത്തെ അവസാനമായി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അവൾ അവിടെ കിടന്ന് വലിയ ബഹളം വെക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മുറോങ്ങും അമ്മയും സംസാരിക്കുന്നതാണ്. ഈ ടീം ആ മാനുവൽ നീ കണ്ടുപിടിക്കണം. നിന്റെ അച്ഛൻ പറയുന്നതൊന്നും നീ കാര്യമാക്കി എടുക്കരുത്. മറ്റാരുടെങ്കിലും കയ്യിൽ അത് എത്തുന്നതിന് മുന്നേ അത് നീ തന്നെ കണ്ടുപിടിച്ച് നീ തന്നെ അത് ഉപയോഗിച്ച് നീ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാനായി മാറണമെന്ന് അമ്മ അവനോട് പറയുമ്പോ അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണില്ലേ അമ്മയെന്ന് ആ മാനുവൽ അവൻ ഉപയോഗിച്ച കാര്യം മറച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോ അമ്മ നീ അത് കണ്ടുപിടിച്ചിരിക്കണമെന്ന് തന്നെ പറയാണ്. ഇതേ ടീം ആകെ സങ്കടത്തിൽ ഇരിക്കുന്ന സുവാൻ അവളുടെ കയ്യിലെ ഒരു താക്കോല് നോക്കുന്നു. ആ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തത് മറ്റാരുമല്ല മുറോങ്ങിന്റെ അച്ഛൻ തന്നെയാണ്. മരിക്കുന്നതിന് മുന്നേ ആരും അറിയാതെ ഇത് നീ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തതാണ്. അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവിടേക്ക് ഹോങ് എത്തുന്നു. ഹോങ് അച്ഛന്റെ മരണത്തിൽ അവളെ ആശ്വസിപ്പിക്കാനായി നോക്കുമ്പോൾ മുറോങ്ങിന്റെ അമ്മ അവിടെ എത്തുകയും ഹോങ്ങിനോട് പോകാനായി ആവശ്യപ്പെട്ട് സുവാനോട് തനിയെ സംസാരിക്കുകയും ചെയ്യുന്നു. നിന്റെ ഇവിടുത്തെ റോളെല്ലാം കഴിഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാ സുവാനായി നിന്നെ വേഷം കെട്ടി ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹം ഇനി ഇല്ലാത്ത സ്ഥിതിക്ക് നിനക്കും ഇനി റോൾ ഇല്ലാന്ന് പറയുന്നവർ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോ. കൂടുതൽ ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരാളായി മാറാൻ നീ ശ്രമിക്കേ വേണ്ടാന്ന് മുറോങ്ങിന്റെ അമ്മ പറയുമ്പോ എന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞു തന്നില്ല എന്ന് സുവാൻ പറയുമ്പോ അത് നീ തനിയെ കണ്ടുപിടിക്കാനായാണ് അവർ പറയുന്നത്. ഇനി നിനക്ക് പോകാൻ ഭാവമില്ലെങ്കിൽ നിന്നെ ബലമായി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതുപോലെ പറഞ്ഞു വിടാനും എനിക്കറിയാം. ഒരുപക്ഷെ അത് എന്നേക്കുമായുള്ള ഒരു പറഞ്ഞു വിടലായെന്നും വരാമെന്ന് അവർ പറയുന്നു. അടുത്ത ദിവസം മുറോങ് സുവാനെ പുറത്തു വെച്ച് കാണുമ്പോൾ അവളോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ഞാൻ ഇനി അധികം നാൾ ഇവിടെ കാണില്ല. ഇവിടെ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കുമെന്ന് അവൾ പറയുന്ന ടീം നീ പോവരുത്, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം, ആര് വന്നാലും എനിക്കിത് പ്രശ്നമല്ലാന്ന് അവൻ പറയുമ്പോ ആ ടീം എനിക്ക് എന്നെ പറ്റി ഓർത്തല്ല സങ്കടം, അച്ഛനെ പറ്റി ഓർത്ത. എന്റെ യഥാർത്ഥ അച്ഛനല്ലെങ്കിലും ഞാൻ അദ്ദേഹവുമായി ഒരുപാട് അടുത്തിരുന്നു. ഒരു അച്ഛനെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അദ്ദേഹം അടുത്തുള്ളപ്പോൾ എന്ന് പറഞ്ഞ് അവൾ മുറോങ്ങിനോട് ചേർന്ന് നിന്ന് കരയുമ്പോൾ ആ കാഴ്ച ഹോങ്ങും കാണുന്നുണ്ട്, മുറോങ്ങിന്റെ അമ്മയും കാണുന്നുണ്ട്. പിന്നീട് ഹോങ്ങും മുറോങ്ങും സംസാരിക്കുമ്പോൾ ലീയുടെ കുടുംബത്തെ ആക്രമിച്ചു കൊന്ന ആൾ ഫൈറ്റ് ചെയ്ത രീതി ലീ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് അറിവിലുള്ള യാതൊരു ബുക്കിലെയും ടെക്നിക്സ് അല്ല. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത ഒരു ബുക്കിലെ ടെക്നിക്കുകളായിരിക്കാം അത്. എങ്കിൽ അത് ആ സീക്രട്ട് മാനുവലിലെ ആയിരിക്കുമോ എന്നെല്ലാം ഹോങ് മുറോങ്ങിനോട് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ദൂതൻ വന്ന് ഹോങ്ങിന്റെ അച്ഛൻ മരിച്ചു എന്ന വിവരം അറിയിക്കുന്നത്. ഇതെന്താല്ലേ എല്ലാവരുടെയും വേണ്ടപ്പെട്ടവർ ഇങ്ങനെ മരിക്കുന്നത്. എന്തായാലും അതറിഞ്ഞ് വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാനായി നിൽക്കുന്ന ഹോങ്ങിനോട് ഞാനും വരുന്നു എന്ന് മുറോങ് പറയുമ്പോ വേണ്ട, നീ ഇപ്പോ ചീഫായി സ്ഥാനം ഏൽക്കാൻ പോകുന്നവനാ, നിനക്കിവിടെ ഒരുപാട് ജോലികൾ കാണും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ ടീം അച്ഛൻ കൊടുത്തിരുന്ന താക്കോല് കൊണ്ട് ഒരു ബോക്സ് തുറക്കുന്ന സുവാന് അതിൽ നിറയെ കാശ് കാണാൻ സാധിക്കുന്നു. പക്ഷെ ആ കാശ് ഒന്നും തന്നെ അവൾ അവളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെക്കുന്നവൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിപ്പയ്യനും അതേപോലെ ജീവിക്കാനായി ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്ന കുറച്ച് അനാഥ കുട്ടികൾക്കും വേണ്ടി നൽകുന്നു. അങ്ങനെ സുവാൻ ഇവിടെ നിന്ന് പോകും വഴി അവൾ ഹോങ്ങിനെ കാണുന്നു. ഹോങ്ങും ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയല്ലേ. ആ ടീം ഹോങ്ങിനോട് ഞാൻ നിങ്ങളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന യഥാർത്ഥ സുവാൻ അല്ല എന്ന് അവൾ വെളിപ്പെടുത്തുമ്പോ അത് തനിക്കറിയാം. പക്ഷെ അവൾ ആരെന്നത് ഇപ്പോൾ തന്നെ കൺസേൺ അല്ല, അവളെ താൻ സുവാനായി തന്നെയാണ് കണ്ട് സ്നേഹിക്കുന്നത് എന്ന കാര്യം ഹോങ് വെളിപ്പെടുത്തുന്നു. ഇവർ അങ്ങനെ പോകുന്ന ടീം ഇവരുടെ വാഹനത്തിന് നേരെ ആക്രമണം നടക്കുന്നു. ഹോങ്ങിനെ കൊല്ലാനായി അവന്റെ അങ്കിള് തന്നെയാണ് ആളുകളെ വിട്ടിരിക്കുന്നത്. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന ഹോങ്ങിനും സുവാനും അവരുടെ വണ്ടിയും എല്ലാം നഷ്ടപ്പെട്ട് ഒടുക്കം അതിലൂടെ അതിർത്തി കടക്കാനായി പൊക്കൊണ്ടിരുന്ന ഒരു കൂട്ടം അഭയാർത്ഥികളുടെ ഇടയിൽ അവരെ പോലെ വേഷം മാറി രക്ഷപ്പെടാനായി ആ കൂട്ടത്തിലേക്ക് ചേരേണ്ടി വരുന്നു. ഇതേ സമയം ഇവിടം വിട്ട് സുവാൻ ഇറങ്ങിയ കാര്യം മനസ്സിലാക്കുന്ന മുറോങ് വേഗം തന്നെ സുവാന്റെ തോഴിയുടെ അടുത്ത് ചെന്ന് അവൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കത്തോ കുറിപ്പോ വല്ലതും വെച്ചിട്ടാണോ പോയത് എന്ന് ചോദിക്കുന്നു. കാരണം തന്നോടൊരു യാത്ര പോലും പറയാതെ അവൾ പോയത് അവനെ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ വെച്ചിട്ടില്ലെന്നാണ് തോഴി പറയുന്നത്. അങ്ങനെ പിന്നീട് തോഴിയുടെ അടുത്ത് സുവാനെ ഇനി നീ കണ്ടാൽ അവൾ എങ്ങനെങ്കിലും ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നു എന്ന് നീ അറിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവളെ കൊന്നു കളഞ്ഞേക്കാനായി മുറോങ്ങിന്റെ അമ്മ ഉത്തരവ്
തിരിച്ചുവരവ് നൽകുന്നു. ഇവിടം വിട്ട് പോയെങ്കിലും സുവാൻ ഇനിയും എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മുറോങ് തന്റെ അസിസ്റ്റന്റിനോട് അവളുടെ കാര്യത്തിൽ ഒരു കണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. മുറോങ് ചീഫിന്റെ സ്ഥാനം, അതായത് മരിച്ചവന്റെ അച്ഛനെ റീപ്ലേസ് ചെയ്യാനായി ഇരിക്കുകയാണ്. പക്ഷെ മുറോങ്ങിന്റെ അങ്കിൾ വേയുടെയും ഈ അങ്കിളുടെയും ഒരു കൂട്ടായ്മയെ ആ ഒരു ചീഫിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി നോക്കുന്നു. തങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുറോങ്ങിനെ പിന്തള്ളാൻ സഹായിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് മാനുവൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനായി വിട്ടുതരുമെന്നതായിരുന്നു അവരുടെ വാഗ്ദാനം. നമ്മുടെ നാട്ടിലും ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ജയിക്കാനായി സ്ഥാനാർത്ഥികൾ ഓരോ വാഗ്ദാനങ്ങൾ പറയില്ലേ, അതുപോലെയാണ് മുറോങ്ങിനെ തോൽപ്പിച്ച് തങ്ങളെ ജയിപ്പിച്ചാൽ അത് എല്ലാവർക്കും തരാമെന്ന് അവർ വാഗ്ദാനം നൽകുന്നു. അങ്ങനെ ചീഫ് ആരാണ് ആകേണ്ടത് എന്നത് അറിയാനായിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു. ആ കോമ്പറ്റീഷനിൽ എതിരാളികളെ മുറോങ് തോൽപ്പിച്ചാൽ അവൻ ജയിക്കും. അവരാകട്ടെ അവനെ തോൽപ്പിക്കാനുള്ളവരെല്ലാം ആദ്യ റൗണ്ടിൽ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നു. ഈ വാർത്ത അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഇവിടം വിട്ട് പോകാനായി ശ്രമിക്കുന്ന ഹോങ്ങും സുവാനും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ ടീം ആദ്യത്തെ ഒരു റൗണ്ടിന് ശേഷം മുന്നേ മുറോങ്ങിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സീക്രട്ട് മാനുവൽ വായിച്ച് അതിലെ പവറുകൾ നേടിയെടുത്ത മുറോങ്ങിന് അവന്റെ ശരീരം വീക്ക് ആകുന്നത് പോലെ അനുഭവപ്പെടുന്നു. പക്ഷെ അവനത് കാര്യമാക്കാതെ രണ്ടാമത്തെ റൗണ്ടും മത്സരിച്ച് എതിരാളികളെ തോൽപ്പിച്ച് ചീഫ് ആകുക തന്നെ ചെയ്യുന്നു. ഇതേ ടീം മുറോങ് ആ ഒരു എതിരാളികളുമായി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ കാണുന്ന ലീ ആകട്ടെ മുറോങ് ആണോ തന്റെ കുടുംബത്തെ കൊന്ന ആളെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം അവൻ കണ്ടിരുന്നു തന്റെ ഫാമിലിയെ കൊല്ലുന്ന ആൾ ഉപയോഗിച്ചിരുന്ന ഫൈറ്റിംഗ് ടെക്നിക്സ്. പക്ഷെ മുഖം വ്യക്തമായി കണ്ടില്ലെങ്കിലും അയാളുടെ അന്നത്തെ ആ ഒരു ഫൈറ്റിംഗ് അവൻ ജീവിതത്തിൽ മറക്കില്ല. അതുകൊണ്ട് തന്നെ മുറോങ് ആയിരിക്കാം തന്റെ കുടുംബത്തെ കൊന്നതെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഇതേ സമയം ഹോങ്ങിന് വയ്യാഴിക വരുന്നു. ആ സമയം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആ ഒരു ഗ്രൂപ്പിലെ അഭയാർത്ഥികളെല്ലാം ഇത് പകർച്ചവ്യാധിയാണ്, അതുകൊണ്ട് നമുക്ക് വരാതിരിക്കാനായി ഇയാളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഹോങ്ങിനെ ആക്രമിക്കാനായി നോക്കുമ്പോൾ സുവാനാണ് ഹോങ്ങിന് വേണ്ടി നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇതേ ടീം മുറോങ് ആ സീക്രട്ട് മാനുവൽ ഉപയോഗിച്ച കാര്യം അവന്റെ ശരീരത്തിലും അവന്റെ പെരുമാറ്റത്തിലും വരുന്ന മാറ്റത്തിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നു. കാരണം അവരുടെ ഹസ്ബൻഡ് ഇതേപോലെ അത് ഉപയോഗിച്ച് മാറിയത് അവർക്ക് നന്നായി അറിയാമല്ലോ. തന്റെ മകൻ വലിയ ശക്തിമാനായതിൽ സന്തോഷിക്കണോ അതോ അതുമൂലം അവന് വരാൻ പോകുന്ന സൈഡ് എഫക്റ്റുകൾ കാരണം ഭയപ്പെടണോ കരയണോ എന്ന് അവർ അറിയാതെ നിൽക്കുന്നു. ഇതേസമയം രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന ഹോങ്ങിനെയും സുവാനെയും ഒരാൾ ആക്രമിക്കുന്നു. ആ പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ചെറുത്തു നിൽക്കാനായി ഇവർക്ക് കഴിഞ്ഞില്ല. ഹോങ് മലമുകളിൽ നിന്ന് വീഴുകയും സുവാൻ അവിടെ ബോധരഹിതയായി പോവുകയും ചെയ്യുന്നു. പിന്നീട് സുവാനിന് ബോധം വരുമ്പോൾ അവളെ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരുമല്ല ഹോങ്ങിന്റെ അങ്കിളാണ്. ഹോങ്ങിനെ കൊല്ലാനായി സുവാനെ മറയാക്കി വെച്ച് ഹോങ്ങിനെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഹോങ്ങിനെ കൊല്ലാനായി ഇവർ മുന്നേ ശ്രമിച്ചെങ്കിലും അത് നടക്കാത്തതുകൊണ്ട് തങ്ങൾ ഉള്ളിടത്തേക്ക് അവനെ കൊണ്ടുവന്ന് കൊല്ലാനായി അവർ ഇവൾ യഥാർത്ഥ സുവാനല്ല, ഇവൾ സുവാനായി വേഷം കെട്ടിയ ഒരു പെണ്ണാണ്, അതിന്റെ പേരിൽ ഇവളെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് നടത്തി അവളുടെ വധശിക്ഷ നടത്താനായുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു. അതറിഞ്ഞ് തീർച്ചയായും ഹോങ് ഇവളെ രക്ഷിക്കാൻ വരും. ആ ടീം അവനെ ട്രാപ്പിലാക്കാം, അതോടെ അവന്റെ കഥ കഴിക്കാം എന്നതാണ് ഹോങ്ങിന്റെ അങ്കിളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ അത് പ്രകാരം സുവാനെ വധശിക്ഷയ്ക്കായി ഇരുത്തിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് കാണുന്നത് അങ്കിൾ ആക്രമിക്കാൻ വിട്ട് ആൾ ആക്രമിച്ചത് പ്രകാരം മലമുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ ഹോങ്ങിനെ ഹോങ്ങിന്റെ അസിസ്റ്റന്റ് കണ്ടുപിടിക്കുകയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. പോകും വഴിയാണ് ഹോങ്ങിന്റെ ഭാവി വധുവായ സുവാന്റെ വേഷം കെട്ടിയ ഒരു ആൾമാറാട്ടക്കാരിയെ പിടിച്ച് അവളെ കൊന്നുകളയാൻ പോകുന്നു എന്ന വാർത്ത ഹോങ് അറിയുന്നത്. സുവാൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ഹോങ് വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും സുവാനെ കൊല്ലാനായി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ തല വെട്ടുന്ന ഈ വാർത്ത അറിഞ്ഞ് ഹോങ് എവിടെയാണെങ്കിലും അവളെ രക്ഷിക്കാനായി ഇങ്ങോട്ടേക്ക് വരുമെന്ന കണക്കുകൂട്ടലിലാണ് ഹോങ്ങിനെതിരെ കരുക്കൾ നീക്കുന്ന ഹോങ്ങിന്റെ സ്വന്തം അങ്കിൾ ഈ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇതിന് പിന്നിലെല്ലാം അങ്കിൾ ആണെന്ന് സുവാൻ അറിയില്ലല്ലോ. അവൾ ഹോങ്ങിന്റെ അങ്കിളിനെ അവിടെ കാണുമ്പോൾ അദ്ദേഹം തന്നെ രക്ഷിക്കുമെന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അങ്ങേരെ രക്ഷിക്കാതെ ഇവളെ കൊല്ലാനായി തന്നെ അവിടെ പ്രഖ്യാപനം നടത്തുമ്പോൾ അവൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഭാഗ്യവശാൽ ഇവൾക്ക് എന്തെങ്കിലും പറ്റും മുന്നേ അങ്ങോട്ടേക്ക് ഹോങ് തന്റെ അങ്കിളിനോട് അങ്കിൾ തനിക്കെതിരെ തന്നെ കരുക്കൾ നീക്കുന്ന ഒരാളാണ് എന്നത് അറിയാതെ വളരെ കാര്യമായി സംസാരിക്കുകയും ഇത് യഥാർത്ഥ സുവാനാണ്, ഇവളെ ഒന്നും ചെയ്യരുത്, അങ്കിളിന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്കിൾ പക്ഷെ അപ്പോഴും ഇവളെ യഥാർത്ഥ സുവാനല്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മുറോങ് എത്തുന്നു. മുന്നേ ഹോങ്ങിനും സുവാനും നേരെ ആക്രമണം നടന്നു അറിഞ്ഞ് അവരെ കാണാനായി തന്നെ മുറോങ് വന്നതായിരുന്നു. എന്തായാലും ഇതോടെ സുവാൻ രക്ഷപ്പെടുന്നു. അവള് തന്നെയാണ് യഥാർത്ഥ സുവാൻ എന്നത് അങ്കിളിനോട് മുറോങ് പറയുന്നു. മുറോങ് പറയുമ്പോൾ പിന്നെ അങ്കിളിന് മറിച്ചൊന്നും പറയാനേ കഴിയില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ ഉള്ളത് ഹോങ്ങിന്റെ നാട്ടിലാണല്ലോ. ഹോങ്ങിന്റെ നാടിന്റെ അയൽ നാട്ടിലാണ് മുറോങ്ങിന്റെ ഫാമിലി ഉള്ളത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ അടുത്തടുത്തുള്ള 2 ജില്ലകളില്ലേ, അതുപോലെ വരും. മുറോങ്ങിന്റെ നാട്ടിലാണ് ലീ ഒക്കെ താമസിച്ചിരുന്നത്. മുന്നേ ലീയുടെ കുടുംബത്തെ ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് മുറോങ് ആണെന്നാണ് ലീ കരുതുന്നത്. അതേപോലെ അതേ മാതൃകയിൽ അവിടെയുള്ള മറ്റൊരു ഫാമിലിയും കൊല്ലപ്പെടുകയാണ്. അവരെയൊക്കെ കൊല്ലുന്നത് വേ ആണ്. പക്ഷെ മുറോങ് സീക്രട്ട് മാനുവൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവനാണ് ഈ കൊലപാതക ചെയ്തതെന്നും മുറോങ് ഇവിടെ ഇല്ലാത്ത ഗ്യാപ്പിന് മുറോങ്ങിന്റെ അങ്കിളും വേയും പറഞ്ഞു വരുത്തുന്നു. മുറോങ്ങിനെ പുറത്താക്കി സ്ഥാനം കൈയടക്കുക എന്നതാണ് വേയുടെയും മുറോങ്ങിന്റെ അച്ഛന്റെ സഹോദരനായ ആ അങ്കിളിന്റെയും ലക്ഷ്യം. അവർ അതിന്റെ പ്രശ്നങ്ങൾ ഇവരുടെ നാട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ ടീം മുറോങ്ങിനെയും സുവാനെയും കാണുമ്പോൾ മുറോങ് സുവാനോട് അടുത്ത ദിവസം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയം നീയും എന്റെ
എന്റെ കൂടെ വരില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് അവള് പറയുന്നു. അതെന്താ, നീ ഇവിടെ നിന്ന് ഹോങ്ങിനെ വിവാഹം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നെല്ലാം ഇഷ്ടമില്ലാതെ മുറോങ് സുവാനോട് ഓരോന്ന് ചോദിക്കുന്നത് ഹോങ്ങിന്റെ സഹോദരി കേൾക്കുന്നു. അതിൽ നിന്ന് ഇത് യഥാർത്ഥ സുവാനല്ലെന്നും മുറോങ്ങും ഇവളെ പ്രണയിക്കുന്നു എന്ന കാര്യവും സഹോദരിക്ക് മനസ്സിലാവുന്നു. അവൾ അത് വേഗം ഹോങ്ങിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ എനിക്കത് മുന്നേ തന്നെ അറിയാം, ഇവൾ യഥാർത്ഥ സുവാൻ അല്ലെങ്കിൽ പോലും ഞാൻ ഇവളെ ഇഷ്ടപ്പെടുന്നു, അവളെ തന്നെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഹോങ് സഹോദരിയോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെ ഹോങ്ങിന്റെ അടുത്ത് മുറോങ്ങുള്ള സമയത്താണ് അവൻ സീക്രട്ട് മാനുവൽ ഉപയോഗിച്ച് മിങ്ങിന്റെ കുടുംബത്തെയും അവിടെയുള്ള മറ്റു ഫാമിലീസിനെയും കൊന്നൊടുക്കുന്നു എന്ന കാര്യത്തിൽ പ്രശ്നം നടക്കുന്നു എന്ന കാര്യം അവൻ അറിയുന്നത്. അവൻ വേഗം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാനായി ഒരുങ്ങുമ്പോൾ ഞാനും കൂടെ വരാം, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ടീം ഇവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങളല്ല ആ പ്രശ്നങ്ങൾ ചെയ്തതെന്ന് ഞാൻ സാക്ഷി പറയാമെന്ന് സുവാൻ പറയുമ്പോൾ ഹോങ് അവളോട് നീ പോവണ്ട, നിനക്ക് പകരം അവന്റെ നിരപരാധിത്വം തെളിയിക്കാനായി മറ്റെന്തെങ്കിലും ചെയ്താൽ പോരെ, നിനക്ക് ഇവിടെ എന്റെ കൂടെ നിന്നൂടെ എന്ന് ഹോങ് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് പോയേ പറ്റൂന്ന് സുവാൻ പറയുന്നു. എന്തു തന്നെയായാലും ഞാൻ നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത്, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഹോങ് അവളെ യാത്രയാക്കുന്നത്. അങ്ങനെ തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്ന മുറോങ്ങിന്റെ കൂടെ സുവാനും യാത്ര ചെയ്യുന്നു. ആ സമയം ഇവരെ വേ ആക്രമിക്കുകയാണ്. ഇവിടെ നിന്ന് മുറോങ്ങും സുവാനും പുറപ്പെട്ട കാര്യം ഹോങ്ങിന്റെ അങ്കിളാണ് വേയെ അറിയിച്ചത്. തുടർന്ന് അവൻ ഇവരെ ആക്രമിക്കുന്ന ടീം സുവാന്റെ തോഴി അവരെ കാണുകയും വേയെ തടുത്ത് ഇവരെ എസ്കേപ്പ് ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ടീം അവളെ അടിച്ചിട്ട ശേഷം മുറോങ്ങിനെയും സുവാനെയും വേ ആക്രമിക്കുന്നു. സീക്രട്ട് മാനുവൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മുറോങ്ങിന് പോലും ആ ടീം വേയെ തടുക്കാൻ കഴിയുന്നില്ല. അവൻ വളരെ പൈശാചിക ശക്തിയെ പോലെയാണ് ആ ടീം പെരുമാറുന്നത്. എന്നാലും ഒരുവിധം തോഴി അവനെ ഡൈവേർട്ട് ചെയ്ത് ഇവർക്ക് എസ്കേപ്പ് ആവാൻ അവസരമൊരുക്കുന്നു. അങ്ങനെ മുറോങ്ങും സുവാനും ഈ തോഴിയെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കി പോകാൻ മനസ്സോടെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ വേ തന്റെ വഴിയെ തടസ്സമായി നിന്ന് ആ തോഴിയെ കൊന്നുകളയുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഹോങ്ങിന് ഒരു കത്ത് കിട്ടാണ്. ആ കത്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഹോങ് വന്നാൽ ഏൽപ്പിക്കണമെന്ന് അവന്റെ അച്ഛൻ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞാണ് അവന് കൊടുക്കുന്നത്. അതിലുള്ളത് ഹോങ്ങിന്റെ അമ്മയുടെ മരണത്തിന് കാരണം മുറോങ്ങിന്റെ ഫാമിലിയാണെന്നും അവരെ തകർത്ത് പ്രതികാരം വീട്ടാനായി സീക്രട്ട് മാനുവൽ എങ്ങനെയെങ്കിലും ഹോങ് കൈക്കലാക്കി അത് പ്രാക്ടീസ് ചെയ്യണം എന്നതാണ് തന്റെ അന്ത്യാഭിലാഷം എന്നുമായിരുന്നു. തന്നോട് അമ്മയുടെ മരണത്തിന്റെ പേരിൽ വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പോലെ ആത്മശാന്തി ലഭിക്കാനായി ആവശ്യപ്പെടുമ്പോൾ അവനും മുറോങ്ങിന്റെ കുടുംബത്തോട് വല്ലാത്തൊരു പ്രതികാരം തോന്നുന്നു. അങ്ങനെ ഇവിടെ മുറോങ്ങും സുവാനും രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയം സുവാനെ ഹോങ്ങിന്റെ അങ്കിൾ തട്ടിക്കൊണ്ടുപോകുന്നു. നേരെ അവളെ കൊണ്ടുപോകുന്നത് ഹോങ്ങിന്റെ അടുത്തേക്കാണ്. ഇപ്പോൾ ഹോങ്ങും മുറോങ്ങിനെതിരെ തിരിഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഹോങ് ഇതിനെ എതിർക്കുന്നുമില്ല. അങ്ങനെ ഹോങ് സുവാനോട് നീ എന്നെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, ഞാനായിരിക്കും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്, എന്തായാലും മുറോങ്ങിനെ ഞാൻ വകവരുത്തി എന്റെ പ്രതികാരം വീട്ടുന്നത് വരെ നീ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് അവളെ പൂട്ടിയിടാനായി തോഴിയോട് ആവശ്യപ്പെടുന്നു. പിന്നീട് മുറോങ്ങിനെതിരെ വേയും ഹോങ്ങിന്റെ അങ്കിളും അങ്ങനെ ഇവർ സംഘടിപ്പിക്കുന്ന മറ്റാളുകളുമെല്ലാം പടവെട്ടി പോകുമ്പോൾ അവിടെ മുറോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ അമ്മയും അവന്റെ അധ്യാപകരുമാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ടീം ലീ തന്റെ കുടുംബത്തെ കൊന്നത് ആരോപിച്ച് മുറോങ്ങുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ അല്ല അത് ചെയ്തത്, അത് വേയാണെന്ന് മുറോങ് പറയുമ്പോൾ വേയും നിന്റെ കുടുംബത്തിലെ ഒരാളല്ലേ, അതുകൊണ്ട് എന്റെ പ്രതികാരം പൂർത്തിയാകണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കിയിരിക്കുമെന്ന് ലീ മുറോങ്ങിനോട് പറയുന്നു. ഒരു പാവം പയ്യനായിരുന്ന ലീ അവന്റെ ഫാമിലിയെ നഷ്ടപ്പെട്ടതോടുകൂടി ഈ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു. ഇതേ ടീം ഹോങ്ങിന്റെ പാലസിൽ നിന്ന് കണ്ണുവെട്ടിച്ച് സുവാൻ എസ്കേപ്പായി ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ സ്ഫോടനം ഉണ്ടാവുകയും അതിൽ മുറോങ്ങിന്റെ അമ്മയും അവന്റെ ഒരുപാട് വേണ്ടപ്പെട്ടവരും അവന്റെ കൺമുന്നിൽ മരിക്കുകയും ചെയ്യുന്നു. ഈ ടീം ആകെപ്പാടെ വീക്കാകുന്ന മുറോങ്ങിനെ ഇനി അവൻ ഇവിടെ നിന്നാൽ അത് അവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കി സുവാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതേ ടീം മുറോങ്ങിനെതിരെ ഹോങ് പടവെട്ടുന്നത് മനസ്സിലാക്കുന്ന ഹോങ്ങിന്റെ സഹോദരി മുറോങ് അങ്ങനെ ചെയ്യില്ല, മുറോങ് ഒരു ദുഷ്ടനല്ല എന്ന് അറിയാമല്ലോ എന്നെല്ലാം ഹോങ്ങിനോട് തർക്കിച്ച് അവിടെ വിട്ടിറങ്ങുന്നു. അവൾ പോകും വഴി സുവാനെയും മുറോങ്ങിനെയും കാണാണ്. ആകെ വീക്കായിരിക്കുന്ന മുറോങ്ങിനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സുവാനെ കണ്ട് ഹോങ്ങിന്റെ സഹോദരി അവളെ വണ്ടിയിൽ കയറ്റുന്നു. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഹോങ് തന്റെ അസിസ്റ്റന്റിനെ വിടുമ്പോൾ അസിസ്റ്റന്റ് നോക്കുമ്പോൾ വണ്ടിക്കകത്ത് മുറോങ്ങുണ്ട്. പക്ഷെ സഹോദരിയുടെ കഴുത്തിൽ കത്തിവെച്ച് സുവാൻ അസിസ്റ്റന്റിനോട് വഴിയിൽ നിന്ന് മാറാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹോങ്ങിന്റെ സഹോദരിക്കൊന്നും പറ്റാതിരിക്കാനായി ഹോങ്ങിന്റെ അസിസ്റ്റന്റിന് വഴി മാറി കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ ഇതറിഞ്ഞ് ഹോങ് നേരിട്ടെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ഹോങ്ങിന്റെ സഹോദരി പോലും അറിയാതെ മുറോങ്ങിനെ ഇടയ്ക്ക് എപ്പോഴോ വെച്ച് സുവാൻ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി സേഫായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മുറോങ് വളരെ വീക്കായിരിക്കാണ്. അവന്റെ അമ്മയുടെ മരണം അവന് താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെ പിന്നീട് തന്റെ സഹോദരിയെ തിരിച്ചു കൊണ്ടുവരുന്ന ഹോങ് അവളോട് സംസാരിക്കുമ്പോൾ മുറോങ് നിനക്ക് എത്രയോ വർഷങ്ങളായി അറിയാവുന്ന കൂട്ടുകാരനാണ്, അവൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല, അവൻ ഒരിക്കലും ഒരു ചീത്ത ആളെയല്ല എന്നതെല്ലാം അറിഞ്ഞിട്ട് പോലും എന്തിനാണ് അവനോട് ഇങ്ങനെ പെരുമാറുന്നത്, ഇതെല്ലാം ആ സുവാനു വേണ്ടി ചെയ്യുന്നതാണോ എന്ന് മുറോങ്ങും ഹോങ്ങും ഒരേ ടീം സുവാനെ സ്നേഹിക്കുന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുന്ന ഈ സഹോദരി ചോദിക്കുമ്പോൾ അതിന് തിരിച്ചൊരു ഉത്തരവും ഹോങ് പറയുന്നില്ല. ഇത് കേൾക്കുന്ന സഹോദരിക്ക് ആകെ ദേഷ്യം വരുന്നു. ഇതേ ടീം ഹോങ്ങും
മുറോങ്ങുമുള്ള സ്ഥലം ഈ സഹോദരി കണ്ടെത്തുന്നു. അവൾ അവിടേക്ക് മുറോങ്ങിന്റെ അസിസ്റ്റന്റിന്റെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സഹോദരിയെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവർ എല്ലാവരും ഒത്തുകൂടി അല്പം കഴിയുമ്പോൾ ഹോങ്ങിന്റെ അങ്കിളിന്റെ കുറച്ച് ആളുകൾ ഇവരെ പിടിക്കാനായി വരുന്നു. അവരിൽ നിന്ന് അസിസ്റ്റന്റ് എല്ലാവരെയും രക്ഷിച്ച് ഫൈറ്റ് ചെയ്ത് മാറുന്ന ടീം അസിസ്റ്റന്റ് മൂലം അവിടെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോങ്ങിന്റെ സഹോദരിക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നുന്നു. ഇതേ ടീം തങ്ങൾ ഇവിടെയുള്ള രഹസ്യ വിവരം തങ്ങൾ 5 പേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. പിന്നീട് എങ്ങനെ അവർ കറക്റ്റായി ഇവിടേക്ക് വന്നു എന്ന സംശയം തോന്നുന്ന മുറോങ്ങിനും സുവാനും തങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ ഒറ്റുകൊടുത്തതാണെന്ന് മനസ്സിലാവുന്നു. അത് മറ്റാരുമല്ല, മുറോങ്ങിന്റെ അസിസ്റ്റന്റിന്റെ സഹോദരി തന്നെയാണ്. തന്റെ സഹോദരന് ഈ നടക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഒരു ആപത്തും വരാതിരിക്കാനായാണ് അവർ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. ഇപ്പോൾ മുറോങ്ങും സുവാനും ഒന്നിച്ചാണുള്ളത്. അവരെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായി ഹോങ്ങിന്റെ അങ്കിൾ മറ്റൊരു കാര്യം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, ആ മിങ്ങിനെ ബന്ദിയാക്കി വെച്ച് അത് വെച്ച് സുവാൻ ഇവിടേക്ക് കൊണ്ടുവരാമെന്നതാണ്. കാരണം സുവാന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ മിങ്. പഠിക്കുന്ന സമയം ഇവർ വലിയ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് അങ്കിളിനറിയാം. പ്രതീക്ഷ പോലെ തന്നെ മിങ് അപകടത്തിലായ വാർത്ത അറിഞ്ഞ് അങ്ങോട്ടേക്ക് സുവാൻ ചെല്ലുമ്പോൾ അവളെ കൊല്ലാനായി അവർ ശ്രമിക്കുന്നു. അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് മുറോങ് എത്തുന്നുണ്ട്. മുറോങ്ങിന്റെ വരവോടുകൂടി സുവാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നാകുന്ന ആ ടീമാണ് അവിടേക്ക് ഹോങ് എത്തുന്നത്. തുടർന്ന് സുവാന്റെ കഴുത്തിൽ കത്തിവെച്ച് മുറോങ്ങിനെ സറണ്ടർ ആക്കി എടുക്കുകയാണ് ഹോങ്. പക്ഷെ ഇപ്പോൾ നടന്ന കോലാഹലത്തിൽ സുവാൻ തന്നെ രക്ഷിക്കാൻ വന്ന് അപകടത്തിൽ പെടുന്നത് കണ്ട് സുവാനെ രക്ഷിക്കാനായി നോക്കുന്ന അവളുടെ ആ സുഹൃത്തായ ലീ അപകടത്തിൽ പെടുന്നു. അവൻ മരിക്കുകയാണ്. തുടർന്ന് മുറോങ്ങിനെ ജയിലിലേക്ക് കൊണ്ടുപോയ ശേഷം സുവാനെ ഹോങ് തന്റെ പാലസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നീ ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മുറോങ്ങിനെ കൊന്നുകളയുമെന്ന് പേടിപ്പിക്കുന്ന ഹോങ് ഒടുക്കം സുവാന്റെ സമ്മതം നേടിയെടുക്കുന്നു. സുവാൻ ഒട്ടും മനസ്സില്ല മനസ്സോടെയാണ് ഹോങ്ങിനെ വിവാഹം ചെയ്യാനായി സമ്മതിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൾക്കിഷ്ടം ഹോങ്ങിനെ അല്ല മറിച്ച് മുറോങ്ങിനെ ആണെന്ന്. അങ്ങനെ പിന്നീട് ജയിലിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന മുറോങ്ങിന്റെ അടുത്ത് അവനെ വല്ലാണ്ട് ഉപദ്രവിച്ച് ഹോങ്ങിന്റെ അങ്കിൾ സീക്രട്ട് മാനുവൽ എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നു. അവൻ ഉത്തരമേ പറയാത്ത ആ ടീം അവിടേക്ക് എത്തുന്ന ഹോങ്ങും അത് തന്നെ അവനോട് ചോദിക്കുകയാണ്. സീക്രട്ട് മാനുവലിന് വേണ്ടി ഹോങ് ഒരു മൃഗമായി മാറിയത് മുറോങ്ങിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ ടീം ഞാൻ സുവാനെ വിവാഹം ചെയ്യാൻ പോവുക. ഞങ്ങളുടെ വിവാഹം ഉടനടി കാണും. എന്തായാലും ഞാൻ നിന്നെ കൊല്ലില്ല. ഞങ്ങൾ നല്ല സന്തോഷമായി ജീവിക്കുന്നത് കണ്ട് നീ അസൂയ മൂത്ത് വെന്തുരുകണമെന്ന് പറഞ്ഞ് ഹോങ് മുറോങ്ങിനെ അടിച്ച് വീണ്ടും സീക്രട്ട് മാനുവലിനെ പറ്റി ചോദിക്കുമ്പോൾ സുവാനെ ഹോങ് വിവാഹം കഴിക്കാൻ താൻ സമ്മതിക്കില്ല, സുവാൻ തന്റേത് തന്നെ ആയിരിക്കും എന്ന് മുറോങ് ആ ഒരു അവസ്ഥയിലും ആക്രോശിക്കുന്നുണ്ടായിരുന്നു. മുറോങ്ങിനെ കൊന്നു കളഞ്ഞേക്കാമെന്ന് ഹോങ്ങിനോട് അവന്റെ അങ്കിൾ പറയുന്നതാണ്. പക്ഷെ ആ ടീം ഒറ്റയടിക്ക് കൊല്ലാൻ തനിക്ക് പ്ലാൻ ഇല്ല എന്നും താൻ സുവാനെ മുറോങ്ങിന്റെ മുന്നിൽ വെച്ച് വിവാഹം ചെയ്ത് അവനത് കണ്ട് നീറി നീറി മരിക്കണമെന്നും ഹോങ് പറയുന്നു. പക്ഷെ അങ്കിളാകട്ടെ ഹോങ് അറിയാതെ മുറോങ്ങിനെയും സുവാനെയും കൊല്ലാനായി പ്ലാൻ ഇടുന്നു. പക്ഷെ മുറോങ്ങിനെ അങ്കിള് വിട്ട ആളിന് കൊല്ലാൻ സാധിക്കുമെന്നെ അവിടേക്ക് എത്തുന്ന മുറോങ്ങിന്റെ അസിസ്റ്റന്റ് മുറോങ്ങിനെ രക്ഷപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഹോങ്ങിന്റെ സഹോദരിയുടെ സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന സുവാനും രക്ഷപ്പെടുകയാണ്. പക്ഷെ അതിന്റെ പ്രോസസ്സിൽ സുവാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഹോങ്ങിന്റെ സഹോദരിക്ക് സാരമായി പരിക്കേൽക്കും. അത് പക്ഷെ സുവാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പരിക്കേറ്റ സഹോദരിയെ കാണുമ്പോൾ ഹോങ്ങിന് വല്ലാതെ സങ്കടം വരുന്നു. ഈ ടീം മുറോങ്ങും സുവാനും രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞ് അവൻ കലിയിളക്കി എന്തായാലും അവരെ കൊല്ലാതെ വെറുതെ വിടില്ല എന്ന് അങ്കിള് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഈ സഹോദരിയെ ഹോങ് തന്റെ അങ്കിളിന്റെ അടുത്ത് നിന്ന് മാറ്റി സേഫായി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അത് മറ്റെവിടെയുമല്ല, മുറോങ്ങും സുവാനും ഇപ്പോൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പൊ നിങ്ങൾ കരുതില്ലേ ഇതെന്താ ഇങ്ങനെയെന്ന്? മുറോങ്ങും ഹോങ്ങും ശത്രുക്കളല്ലേ, പിന്നെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ ശത്രുക്കളല്ല. ഹോങ്ങിന്റെ അങ്കിൾ ഒരു ദുഷ്ടനാണ് എന്നത് മനസ്സിലാക്കിയ ഹോങ് ആണ് മുറോങ്ങിന്റെ കൂടെ ചേർന്ന് ഇങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. ഇത് ഹോങ്ങിന്റെയും മുറോങ്ങിന്റെയും ഒന്നിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു അവരുടെ ശത്രുക്കളെ തകർക്കാനായി. എന്തായാലും ഈ കാര്യം സുവാന് പോലും അറിയില്ലായിരുന്നു. ഇവർ ഒന്നിച്ചിവിടെ ഉള്ളത് കാണുമ്പോഴാണ് അവൾ തന്നെ ഷോക്കാവുന്നത്. കൂടാതെ ഇവർ ഒന്നിച്ചിങ്ങനെ ഒരു നാടകം കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് നിങ്ങളാണ് കാരണമെന്ന് പറഞ്ഞ് ഹോങ്ങിനോടും മുറോങ്ങിനോടും അവള് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് ചികിത്സ നൽകി സഹോദരിയെ സേഫ് ആക്കാൻ ഇവർക്ക് ആകുന്ന ടീമാണ് സുവാന് സമാധാനമാകുന്നത്. ഇതേ ടീം ഹോങ് തന്റെ കള്ളക്കളികൾ കണ്ടെത്തി അവനിപ്പോൾ മുറോങ്ങിന്റെ കൂടെ സെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന അങ്കിൾ എത്രയും പെട്ടെന്ന് ഒറ്റയടിക്ക് ഹോങ്ങിനെയും മുറോങ്ങിനെയും വകവരുത്താനായുള്ള കരുക്കൾ വേയുടെ കൂടെ നീക്കുന്നു. അതിനായി ഇവർ ആ നാട്ടിലെ മറ്റ് പ്രമാണികളെയും കൂട്ടുവിളിക്കുന്നുണ്ട്. സുവാനാകട്ടെ മുറോങ്ങും ഹോങ്ങും കൂടി ചേർന്ന് തന്നെ ഒരു വിഡ്ഢിയാക്കി അവർ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്തിന്റെ പേരിലാണെങ്കിൽ പോലും തന്നോടൊരു വാക്ക് പറയായിരുന്നു. താൻ ഒരു ഫൂളായി ഇതെല്ലാം കണ്ടു നിന്നില്ലേ എന്നോർത്ത് ഇവരോട് നല്ല പിണക്കത്തിലാണ്. പക്ഷെ ഇവൾക്ക് അവരോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല. ഇതേ ടീം മുറോങ് സീക്രട്ട് മാനുവൽ വായിച്ചതുപോലെ തന്നെ ആ സീക്രട്ട് മാനുവലിന്റെ കംപ്ലീറ്റ് വേർഷൻ അല്ല അവൻ വായിച്ചത്. അതിന്റെ മറ്റൊരു പതിപ്പ് ഹോങ്ങിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോങ്ങിനും സീക്രട്ട് മാനുവലിന്റെ അവന്റെ പതിപ്പിന്റെ പവർ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ശക്തി കമ്പൈൻ ചെയ്താലേ ഇവർക്കെതിരെ വരുന്ന ശത്രുക്കളെ നന്നായി തോൽപ്പിക്കാൻ
ചെയ്യാനായി സാധിക്കൂ. അതിനായി അവർ പവർ കമ്പൈൻ ചെയ്യാനായി തീരുമാനിക്കുന്നു. രണ്ടുപേരുടെയും പവർ ഒരാളിലേക്ക് മാറ്റണം. ആരുടെ പവർ ആണോ മറ്റാളിലേക്ക് കൊടുക്കുന്നത് അയാൾ വീക്ക് ആകും, ഒരുപക്ഷെ മരിക്കാൻ പോലും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ആദ്യം അതിന്റെ പേരിൽ തർക്കം നടക്കുന്നു. ഒടുക്കം മുറോങ് ഹോങ്ങിന്റെ നിർബന്ധപ്രകാരം ഹോങ്ങിന്റെ പവർ ഏറ്റുവാങ്ങാനായി തയ്യാറാവുന്നു. അങ്ങനെ തന്റെ പവർ എല്ലാം മുറോങ്ങിന് കൊടുക്കുന്ന ഹോങ് പതിയെ മയക്കത്തിലേക്ക് പോകുമ്പോൾ ആകെ വലിയ സങ്കടത്തിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമായിരുന്നു മുറോങ്. കാരണം അവനിപ്പോൾ ഹോങ്ങിന്റെ ജീവൻ റിസ്കിലാക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഹോങ്ങിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനു മുന്നേ ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കുക എന്നതും വളരെ അനിവാര്യമാണ്. മുറോങ്ങിന്റെ ഫാമിലിയെ കൊന്ന, ഹോങ്ങിന്റെ ഫാമിലിയെ കൊന്ന, അങ്ങനെ ഒരുപാട് ഫാമിലിയെ നശിപ്പിച്ച് അധികാരം കൈയടക്കാനായി ശ്രമിച്ച ആളുകളാണ് ഹോങ്ങിന്റെ അങ്കിളും തന്റെ അങ്കിളും വേയുമെല്ലാം. ഇവരെയെല്ലാം തോൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അങ്ങനെ പിന്നീട് മുറോങ്ങും ഹോങ്ങും ചെയ്തത് ഒരിക്കലും മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ചല്ല, അവർ മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കുന്നവർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായി ഇത് ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്ന സുവാൻ തിരിച്ചു വരുന്നു. പക്ഷെ അപ്പോഴേക്കും വേയും അങ്കിളുമാരും തങ്ങൾക്കെതിരെ പടവെട്ടി വരുന്നതറിഞ്ഞ് മുറോങ്ങും ഹോങ്ങും ഒരു കാര്യം ചെയ്യുന്നു. ഹോങ് തന്റെ സഹോദരിയെയും മുറോങ് സുവാനെയും ഫൈറ്റ് നടക്കുമ്പോൾ അതിൽ ഇവർ ഇടപെടുന്നത് തടയാനായി മയക്കി കിടത്തുന്നു. അതിനുശേഷം ഫൈറ്റ് ചെയ്യാനായി പോകുന്നു. ആ ടീം വേയാണ് മറ്റുള്ള ഫാമിലിയിലെ ആളുകളെ എല്ലാം കൊന്നത്, ഞാനല്ല എന്ന് മുറോങ് എല്ലാവരും കേൾക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അത് ആ സമയം വിശ്വസിക്കുന്നേയില്ല. അങ്ങനെ മാരകമായ ഫൈറ്റ് നടക്കുന്ന ടീം വേ വളരെ പൈശാചികമായ ഒരു ബുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫൈറ്റിന്റെ ഇടയിൽ പതി അവന്റെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണരുന്നു. അവൻ അവന്റെ ആളുകളെ തന്നെ കൊന്നുകളയാനായി തുടങ്ങുകയാണ്. മുന്നിൽ ആര് വന്നാലും ആരെന്ന് നോക്കാതെ അവൻ ആക്രമണം നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവനാണ് കൊലയാളി. ഇവൻ അത് മുറോങ്ങിന്റെ തലയിൽ കെട്ടിവെക്കാനായി നോക്കിയതാണെന്ന കാര്യം ഇവന്റെ വാക്ക് വിശ്വസിച്ച് മുറോങ്ങിനും ഹോങ്ങിനും എതിരെ പടവെട്ടാൻ വന്ന മറ്റ് പ്രമാണികൾക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരു കാര്യവും ഉണ്ടായില്ല. ഹോങ്ങും മുറോങ്ങും ഒന്നിച്ചു നിന്ന് അവരുടെ ശക്തി ഉപയോഗിച്ച് എല്ലാവരെയും തോൽപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഹോങ്ങിന്റെ നാട് ഹോങ്ങും മുറോങ്ങിന്റെ നാട് മുറോങ്ങുമാണ് ഭരിക്കാൻ പോകുന്നത്. കാരണം അധികാരം മോഹിച്ച് എന്ത് തെറ്റും ചെയ്തു കൂട്ടാനായി തക്കം പാർത്തിരുന്നവരൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല. ഈ സമയം മുറോങ് സുവാന്റെ അടുത്ത് ചെന്ന്, നീ എന്താ തീരുമാനിച്ചത്? നിനക്ക് എന്നെ വിവാഹം ചെയ്തൂടെ? നിനക്ക് വിൽറുവായി എന്റെ കൂടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ലെന്ന് അവൾ പറയുന്നു. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ ഇവൾ യഥാർത്ഥ സുവാനാണല്ലോ. ആ ടൈം ഇവൾ തന്റെ സ്റ്റെപ്പ് ബ്രദറായ മുറോങ്ങിനെ വിവാഹം കഴിച്ചാൽ അത് മുറോങ്ങിന് തന്നെ ചീത്തപ്പേരാകും. അവനിപ്പോൾ ഒന്നാമതേ ആ നാടിന്റെ ചീഫാണ് എന്ന കാര്യങ്ങൾ ഓർക്കുന്ന അവൾ അവനൊരു മറുപടി കൊടുക്കുന്നില്ല. പക്ഷെ അവൻ വിട്ടുകളയാനായി തയ്യാറല്ല. പിന്നീട് ഹോങ്ങും മുറോങ്ങും സുവാന്റെ അടുത്തേക്ക് വരുന്നു. പറ, നീ ഞങ്ങളിൽ ആരെയാ സെലക്ട് ചെയ്യുന്നതെന്ന് ഹോങ്ങും ചോദിക്കുമ്പോൾ അവൾ ഒരു മറുപടിയും അവരോട് പറയുന്നില്ല. മറിച്ച് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നവൾ അവർ കാണാതെ അവരുടെ ജെയ്ഡ് പെൻഡന്റ് അടിച്ചു മാറ്റുന്നു. നമ്മുടെയൊക്കെ ID കാർഡുകൾ പോലെയാണ് അവർക്ക് ജെയ്ഡ് പെൻഡന്റ്. അത് അവരുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. സുവാൻ അതും എടുത്ത് ഓടിക്കഴിയുമ്പോഴാണ് ഹോങ്ങിനും മുറോങ്ങിനും അവൾ ഇത് അടിച്ചു മാറ്റിയ കാര്യം മനസ്സിലാവുന്നത്. രണ്ടുപേരും അവളുടെ പിറകെ അതിങ്ങ് താന്ന് പറഞ്ഞ് ഓടുന്ന ടീം അവൾ ആളുകളെ പറ്റിക്കാനായുള്ള അവളുടെ ആ പഴയ സ്കില്ല് തന്നെ ഉപയോഗിച്ച് അവന്മാരുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. സുവാൻ ആരെയായിരിക്കും ഇതിൽ സെലക്ട് ചെയ്യാം? അവളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഇവരിൽ ആരെയും സെലക്ട് ചെയ്ത് മറ്റൊരാളെ വേദനിപ്പിക്കാനായി അവൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവളുടെ ലക്ഷ്യം അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നല്ലോ. അത് തന്നെ ഇനിയും ചെയ്യാനായിട്ടാണ് അവൾ ആഗ്രഹിക്കുന്നത്. കാരണം അവളും ഇതുപോലെ ആരോരുമില്ലാത്ത ഒരു അനാഥയായിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പെയ്തൊഴിഞ്ഞ് വളരെ സമാധാനമായി സന്തോഷമായി എല്ലാവരും ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.